ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചേർന്ന് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ വിശുദ്ധ പകലിൽ ഈ സഭയുമായി ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും നിങ്ങളുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാനും വിശേഷിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാനും സർവശക്തനാകുന്ന ദൈവം നൽകിത്തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കും പദവികൾക്കും നിയോഗങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാം ദിവസം വളരെ ആത്മനിയോഗത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഇന്ന് പകൽ ഈ ആത്മീക ശുശ്രൂഷകൾ വളരെ ആത്മനിയോഗത്തോടുകൂടി പ്രസൈഡ് ചെയ്യുന്ന ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, തൻ്റെ കുടുംബം, സഭയുടെ മറ്റ് ഔദ്യോഗിക വൃന്ദങ്ങൾ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കുമായി സ്തോത്രം. വിശേഷിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിലായി ഈ ശുശ്രൂഷകളിൽ ഇപ്പോഴോ പിന്നത്തേതിലോ ഭാഗവാക്കാകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഈ സമയത്ത് സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ കർത്തൃസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഈ 1-ാം സെഷൻ തന്നെ ദൈവം എനിക്കായി നിയോഗിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം. എനിക്ക് മുമ്പായി ദൈവമനുഷ്യൻ ദൈവവചനം കൊണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊണ്ടും നല്ലൊരു ഫൗണ്ടേഷൻ ഇവിടെ ഇട്ടു. അതിൻ്റെ മീതെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് പോലെ അത് ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ ദൈവാശ്രയത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ സഭയ്ക്ക്, ഈ ദേശത്തിന് കൈമാറാൻ ആധികാരികമായൊരു ദൂത് കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വചനത്തിലൂടെ അത് കൈമാറി ദൈവവചനത്തിൽ മാത്രം നിന്ന് വളരെ ശാന്തമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആദ്യോടന്തം നിങ്ങളിതിൽ ഭാഗവാക്കാകുക. ഇത് വിശ്വസിച്ചാൽ, ഇത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹമായി തീരും. എൻ്റെ പേര് ജിബിൻ എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. എനിക്ക് കുടുംബമുണ്ട്. ഭാര്യ, 2 മക്കൾ, പപ്പ, അമ്മ, 2 സഹോദരങ്ങൾ, വെല്ലുമ്മച്ചി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ദൈവം തന്നു. അനുഗ്രഹീതമായൊരു വിശ്വാസ കുടുംബത്തിൽ ജനിപ്പാനും ദൈവസഭയിൽ തന്നെ ജനിച്ച് ദൈവവചനപ്രകാരം വളർത്തപ്പെടുവാൻ കർത്താവ് കൃപയും അവസരവും തന്നു. ഇന്ന് ഈ ഉണർവിൽ കർത്താവ് എന്നെ കൊണ്ട് നിർത്തിയതോർത്ത് വിശേഷിച്ചതിന് വളരെ സ്നേഹത്തോടു കൂടി അവസരമൊരുക്കിയ ദൈവമനുഷ്യനെ ഓർത്ത് സ്തോത്രം. അതിന് മുഖാന്തരമായ പ്രിയപ്പെട്ട മാതാവ്, പിതാവ്, കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മുഖവരകൾ പറഞ്ഞ് ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. ധന്യനാകുന്ന പൗലോസ്ലീഹ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. കൊലോസ്യൻസ് 4:12. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അവൻ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് മൂടാം. ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്നവരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ശാന്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. താങ്ക് യു ജീസസ്. ദൈവത്തോടൊന്ന് പറഞ്ഞേ, ഇന്ന് പകലിലെ അടുത്ത മണിക്കൂറിൽ വളരെ ആഴത്തിൽ ദൈവവചനം കൊണ്ട് എന്നോട് സംസാരിക്കണം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഈ 23-ാം പകലിലും ശക്തിയോടെ ദൈവം കൈമാറണം. 2024 കഴിഞ്ഞ 11 മാസവും 22 പകലും കാണാത്ത മഹത്വം 12-ാം മാസത്തിൻ്റെ 23-ാം പകലിൽ എൻ്റെ ജീവിതത്തിനകത്തേക്ക് കൈമാറണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ
നിങ്ങളുടെ പുറമേയുള്ള കണ്ണുകൾ അടയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ആ മുഖത്തെ മാത്രം ധ്യാനിച്ച് ശാന്തമായി ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ പാട്ടിൻ്റെ ഈരടികളിൽ ഞങ്ങൾ പാടിയതുപോലെ വളരെ ആഴത്തിൽ ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടണം. ദൈവീക ഇടപെടലുകളുടെ പകലാക്കി ഇന്നത്തെ പകലിനെ കർത്താവ് മാറ്റുവാൻ ആത്മാവിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രി കണ്ട ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്നിൻ്റെ പകൽ കാണാതെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, പ്രഭാതം കണ്ട പലരും ഈ മധ്യാഹ്ന വേളയിൽ മരണം വഴിയായി നീങ്ങിപ്പോയപ്പോൾ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതൊന്നും തിരിച്ചെടുക്കാതെ, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ കരുതലിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് ദൈവവചനമാകയാൽ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ അവിടുത്തെ സകല ഉപകാരങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, സമയത്തങ്ങ് ആഹാരം തന്നല്ലോ, ഉടുപ്പാൻ വസ്ത്രം തന്നല്ലോ, പാർക്കുവാൻ ഭവനം തന്നല്ലോ, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളെ അഭിഷേകത്താൽ നിറച്ചല്ലോ, അങ്ങ് ഞങ്ങൾക്ക് ദൈവകൃപ തന്നല്ലോ. ഈ ലോകത്തിൽ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവിനെ കർത്താവ് വർദ്ധിപ്പിച്ചല്ലോ. അവിടുത്തെ കരുതലിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നു പകലിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളെയും അവിടുത്തെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദൈവസഭയുടെ 4 ചുവരുകളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അക്ഷരികമായി വെളിപ്പെട്ടു വരുവാൻ ആത്മാവിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് കർത്താവിൻ്റെ വചനമാകയാൽ, ആത്മനിയോഗത്തോടെ വായി തുറന്ന് അധരം ചലിപ്പിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവിടുത്തെ ശക്തിയുടെ ആ വ്യാപാര മഹത്വത്തെ ഈ മിനിറ്റ് മുതൽ കർത്താവ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ഞങ്ങൾക്കറിയാം, അർദ്ധരാത്രിയാണെങ്കിലും റോമൻ കാരാഗ്രഹമാണെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ 2 അഭിഷക്തന്മാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചും പാടിയും സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി റോമൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കി വാതിലുകളെ തുറന്ന് എല്ലാവരുടെയും ചങ്ങലകളെ അഴിച്ച ആ ഉയർപ്പിന്റെ ശക്തിയുടെ കൈമാറ്റത്തെ ചർച്ച് ഓഫ് ഗോഡ് കുമ്പഴ പ്രാദേശിക സഭയുടെ 4 ചുവരുകളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ കൈമാറാൻ പോകുന്നതിനായി ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്നപ്പാ. കൈതട്ടി ആരാധിപ്പാൻ, വായി തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു തലമുറയുണ്ടെങ്കിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കിയ ദൈവശക്തിയെ കൈമാറാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പകരാൻ പോകുന്നതിനായി ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയുകയാ.
എന്നോട് ചേർന്ന് ഈ മിനിറ്റുകളിൽ പ്രതികരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിനകത്ത് പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സകല അടിസ്ഥാനങ്ങൾക്കും ഇളക്കം തട്ടുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയുടെ പകർച്ച ഈ ശുശ്രൂഷയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഈ അന്തരീക്ഷത്തിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങനെ അതിനെ സ്വീകരിക്കുന്നവരുടെ നാവിന്റെ മീതെ ഒരു പുത്തൻ അഭിഷേകത്തിന്റെ പകർച്ചയെ, ഇതുവരെ സംസാരിക്കാത്ത ഭാഷകളുടെ നിയോഗം, ഇതുവരെ വെളിപ്പെടാത്ത ദൈവശക്തിയുടെ പകർച്ചയായി അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിച്ചു, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണൂ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യോവേൽ പ്രവചിച്ച ആ തലമുറയെ ഇന്ന് ഈ ദൈവസഭയുടെ 4 ചുവരുകളുടെ അകത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുക. ഇതിനകത്തിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവർ മുതൽ ഏറ്റവും പ്രായമുള്ള ആബാലവൃദ്ധം സകല വ്യക്തികളെയും പരിശുദ്ധാത്മാവ് തൊടുന്ന, പരിശുദ്ധാത്മാവ് തൊട്ടറിയുന്ന ഒരാത്മമണ്ഡലത്തെ കർത്താവ് ഇതിനകത്ത് പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചു. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചു. റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചു. അരിമത്തയിലെ യോസഫിന്റെ കല്ലറകളെ തകർത്തുകൊണ്ട് കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് അധമ പാതാളത്തെ തകർത്ത് പാതാള ഗോപുരങ്ങളെ പൊളിച്ചെഴുതി 3-ാം നാൾ പുത്രനെ പുനരുദ്ധരിപ്പിച്ച ദൈവശക്തിയുടെ ആത്മ പകർച്ച ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ശക്തിയോടെ വ്യാപരിക്കട്ടെ കർത്താവേ. ഈ ആരാധന ഇവരുടെ സൗഖ്യത്തിന്റെ ആരാധനയാകട്ടെ, ഈ ആരാധന ഇവരുടെ വിടുതലിന്റെ ആരാധനയാകട്ടെ, മന്ത്രവാദത്തെ ആഭിചാരത്തെയും പൊളിക്കുന്ന ആരാധന, ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന ആരാധന, ദേശത്ത് വേരിറങ്ങി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പിടിതെറിയുന്ന ആരാധന, നിന്റെ മക്കൾക്കെതിരെ സാത്താന്യ സാമ്രാജ്യം ഒരുക്കി വെച്ചിരിക്കുന്ന അവന്റെ സകല കുടിയിരിപ്പുകളെയും പൊട്ടിച്ചു മാറ്റുന്ന അത്ഭുതകരമാകുന്ന മഹത്വത്തിന്റെ പകർച്ചയുടെ ആരാധനയാക്കി ഇന്നത്തെ പകലിൽ ദൈവാത്മാവത് മാറ്റുന്നതിനായി സ്തോത്രം. വീടിനകത്തും വീടിന് പുറത്ത്, യാത്രാവേളയിലും രാജ്യത്തിനകത്തും പുറത്ത്, ഭൂഖണ്ഡത്തിന്റെ അകത്തും പുറത്ത്, ഇന്ന് ഈ മിനിറ്റിലും പിന്നത്തേതിലുമൊക്കെയായി ഈ തിരുവെടുത്തുകളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ദൂരത്തും ചാരത്തുമായി ഇന്ന് ഈ സന്ദേശ കേൾവിക്ക് വേണ്ടി ജനമൊരുക്കപ്പെടുമ്പോൾ വഹിക്കാൻ പറ്റാത്തൊരു ദൈവശക്തിയുടെ പകർച്ച ആത്മമണ്ഡലത്തിൽ ഇവിടെ തുറന്നു വരട്ടെ. കഴിഞ്ഞ മിനിറ്റുകളിൽ പാട്ടുകൾ പാടി ആരാധിച്ചപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തെ മറന്ന് ആരാധിക്കുന്ന ചിലരെ കർത്താവ് ഇവിടെ എഴുന്നേൽപ്പിച്ചല്ലോ. പക്ഷെ ഈ മിനിറ്റിൽ ഞാൻ പ്രാർത്ഥിക്കുകയാ, ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ആത്മാവ് എടുത്തുകൊണ്ട് പോയാൽ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ നിന്നും അസ്തോദിലേക്ക് ഒരാത്മനിയോഗത്തിൽ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകാൻ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ചിലരെ തൊട്ടാൽ അതിനും ഞാൻ ഒരുക്കമാണെന്ന് മനസ്സൊരുക്കമുള്ള ചിലതിനെ പരിശുദ്ധാത്മാവിനകത്ത് വേർതിരിക്കേണ്ടതിനായി തന്റെ തോളിൽ ഒട്ടിക്കിടന്ന പുതപ്പ് യോർദാന്റെ മേൽ വീശിയടിച്ചപ്പോ യോർദാനെ മറുകര കടന്ന് ഇറങ്ങി വന്ന ഒരു ചുഴലിക്കാറ്റിനകത്ത് ദൈവഭക്തനെ എടുത്തോണ്ട് പോകാൻ ആത്മാവിന്റെ മഹത്വം ഇറങ്ങി വന്നപ്പോ അതിനെ ഞാൻ ഒരുക്കമുള്ളവനാണെന്ന് പറഞ്ഞ ഏലിയാവിനെ പോലെ ഇന്ന് പകൽ ചിലതിനെ കർത്താവിനകത്ത് വേർതിരിക്കേണ്ടതിനായി പരിധികൾ പൊട്ടുന്ന ആരാധന, പരിമിതികൾ പൊട്ടുന്ന ആരാധന, മരണക്കെട്ടുകളെ അഴിക്കുന്ന ആരാധന, ആഭിചാരത്തിന്റെ സ്വാധീനങ്ങളെ തകർക്കുന്ന ആരാധന, ഇരുട്ടിന്റെ സ്വാധീനങ്ങൾക്ക് തൊടാൻ പറ്റാത്ത അഭിഷേകമുള്ള ഒരു മഹത്വത്തിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന ആരാധന. ഈ ഉപവാസ പ്രാർത്ഥന കുമ്പഴ ദൈവസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ദൈവമഹത്വത്താൽ നിറയപ്പെടുന്ന ആരാധനയായി മാറേണ്ടതിനായി ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മഹത്വം ചില നാവുകളെ തൊടട്ടെ, മഹത്വം ചില ശരീരത്തെ തൊടട്ടെ, മഹത്വം ചിലരുടെ ബ്രെയിനെ തലച്ചോറിനെ തൊടട്ടെ, മഹത്വം ചിലരുടെ ഹൃദയത്തെ തൊടട്ടെ, കിഡ്നികളെ, പാൻക്രിയാസിനെ, ലങ്സിനെ, ശ്വാസകോശത്തെ, ശ്വാസനാളത്തെ, കണ്ണിനെ, കണ്ണിലേക്കുള്ള നേർവുകളെ മഹത്വം ഇന്ന് പകൽ തൊടട്ടെ. വോക്കൽ കോഡിനെ മഹത്വം തൊടട്ടെ.
ഒതുക്കിയിരുത്തപ്പെട്ട സകല മണ്ഡലങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് ദൈവം വിളിച്ച വിളിയിലേക്ക് ചിലതിനെ പുറത്തെടുക്കുന്ന ദൈവകൃപയുടെ പകർച്ചയുടെ പകലാക്കി ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാം പകലിന് ഈ സെഷനെ ദൈവാത്മാവ് മാറ്റേണ്ടതിനായി ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതിന് പ്രകാരം ജീവ ജലത്തിന്റെ നദികൾ ഒഴുകും എന്ന വചനം പോലെ ദാഹം മാറുന്ന അളവല്ലപ്പാ, ജീവജലത്തിന് നദിയുമായിട്ട് ഇന്നിവരിവിടുന്ന് മടങ്ങിപ്പോകട്ടെ. ഇവർ പാർക്കുന്ന ദേശത്തിന്റെ ദാഹം മാറ്റാൻ പാകത്തിൽ ഒരു വലിയ നദിയുടെ കുത്തൊഴുക്കായി, അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മാവിന്റെ ഒരു നദിയായി ദൈവം ഈ ജനത്തെ ആത്മമണ്ഡലത്തിൽ ഒരു വലിയ നിറവിനായി വേർതിരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ദൈവസഭയെ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ പുത്രനും അങ്ങയുടെ പകരക്കാരനുമായി ഞാൻ നിൽക്കുമ്പോൾ തുടർന്നുള്ള മിനിസ്ട്രിയുടെ മുഴുവൻ ലീഡർഷിപ്പും പരിശുദ്ധാത്മാവിന് കൈമാറുന്നു. അറിവിൽ നിന്നുള്ള പ്രസംഗമല്ല, ആത്മാവിൽ നിന്നും ഇന്ന് വെളിപ്പെട്ട് വരണം. പഠിച്ചതോ ബുദ്ധിയിലുള്ളതോ അല്ല. യേസ് ലോർഡ്, കുമ്പഴ ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ആത്മമണ്ഡലത്തിലേക്ക് ചലിപ്പിക്കാൻ ഈ തിരുവെഴുത്തിലൂടെ ഏതൊക്കെ വചനങ്ങൾ അതെങ്ങനെയൊക്കെ പൊരുൾ തിരിഞ്ഞു വരണമോ പരിശുദ്ധാത്മാവ് അത് ശക്തിയോടെ കൈമാറേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഐശ്വര്യമായി നടത്തും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ചേർന്ന് കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ കർത്താവിന് ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വീണ്ടും മഹത്വപ്പെടട്ടെ. അടുത്ത മണിക്കൂറുകളിൽ വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് ഈ ഒന്നാം സെഷനിൽ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നിങ്ങളെ ഉറപ്പിക്കുവാനും അടുത്തൊരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൻ്റെ മീതെ ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്ന ചില പദ്ധതികളെ തിരുവെഴുത്തുകളിലൂടെ തുറക്കുവാനുമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നത്. വചനത്തിൽ നിന്നുകൊണ്ട് മാത്രം വളരെ ശാന്തമായി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുകയാണ്. ഇത് കേവലം ഒരു പ്രസംഗമോ സന്ദേശമോ ആയി നിങ്ങൾ കണക്കാക്കരുത്. ഇതൊരു പ്രവചന ദൂതായിരിക്കും. അടുത്ത ഒരു കാലഘട്ടത്തിൽ ദൈവസഭയിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഞാനതിങ്ങനെ വിശ്വസിക്കുന്നു. 2025 12 മാസവും 365 ദിവസവും നമ്മിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ തിരുവെഴുത്തിലൂടെ കർത്താവ് കൈമാറാൻ പോകുകയാണ്. ആകയാൽ എന്നോട് സംസാരിക്കണം, എൻ്റെ വിഷയത്തെ തൊടണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണം. മാൻ ഓഫ് ഗോഡ് എനിക്കൊരു സമയം അനുവദിച്ച് തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കും. എന്നിട്ട് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ ആരാധിച്ച് നമ്മൾ ഈ ദൂതുകളെ സ്വീകരിച്ച് ഈ സെഷന് ഇവിടെ ആശീർവാദം പറയുന്നതായിരിക്കും. വളരെ പരിചിതമായ, പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കോട്ട് ചെയ്യുന്ന ഒരു വചനമാണ് ഇന്നത്തെ പകലിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഒരു വാക്കുകൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാചകമോ വാക്കോ ആശയങ്ങളോ നിങ്ങളോടുള്ള ബന്ധത്തിലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടോ ഒന്ന് ചേർന്ന് വന്നാൽ അതിനെ ആമേൻ പറഞ്ഞോ കൈതട്ടിയോ എങ്ങനെയൊക്കെ അതിനെ റിസീവ് ചെയ്യാൻ പറ്റുമോ ആ നിലകളിലൊക്കെ നിങ്ങളതിനെ സ്വീകരിക്കണം. ദൈവവചനത്തോട് പ്രതികരിക്കുന്നവരെ അത്ഭുതകരമായി കർത്താവ് ആ വചനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകി തന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലെ 66 പുസ്തകങ്ങൾ, ആദ്യത്തെ 39 പുസ്തകം പഴയ നിയമവും ശേഷിക്കുന്ന 27 പുസ്തകങ്ങൾ പുതിയ നിയമവുമാണല്ലോ. പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൽ 21 ലേഖനം. ആ 21 ലേഖനങ്ങളിൽ ഏകദേശം 14ഓളം ലേഖനങ്ങൾ എഴുതുവാൻ ദൈവത്താൽ നിയുക്തനായ മനുഷ്യനായിരുന്നു വിശുദ്ധ പൗലോസ് ലീഹ. പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു ലേഖനമാണ് കൊലോസ്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനം. ഈ ലേഖനത്തെ വേദപഠിതാക്കൾ നിർവചിക്കുന്നത് ലേഖനങ്ങളുടെ രാജാവെന്ന, ഒത്തിരി ഈടുറ്റ കരുത്തുറ്റ വെളിപ്പാടുകൾ മറഞ്ഞു കിടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനം. 4 അധ്യായങ്ങളിലായി
കൊലോസ്യ പട്ടണത്തിൽ ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ ഉറപ്പിക്കുവാൻ ദൈവമനുഷ്യനിലൂടെ ദൈവം തൻ്റെ വെളിപ്പാടുകളും നിയോഗങ്ങളും കൈമാറുകയാണ്. ഈ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും പൗലോസ് തൻ്റെ കൂടെയുള്ളവരുടെ വന്ദനം സഭയെ അറിയിക്കുകയാണ്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, തൻ്റെ കൂടെ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്ന കൂട്ടത്തിൽ തന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് വിവരിക്കുകയാണ്. സത്യത്തിൽ ഈ ലേഖനങ്ങൾ എഴുതാൻ ദൈവം പൗലോസിനെ തന്നെ നിയോഗിക്കുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഇന്നലകൾ ഉണ്ടായിരുന്നു. ആദ്യം ആ മനുഷ്യൻ്റെ പേര് ശൗൽ എന്നായിരുന്നല്ലോ. ബെന്യാമീൻ ഗോത്രത്തിൻ്റെ കടിച്ചു കീറുന്ന ചെന്നായി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശൗൽ 1-ാം നൂറ്റാണ്ടിൽ ജെറുസലേം പട്ടണത്തിൽ അതിശക്തമായ ഉണർവുകൾ നടക്കുമ്പോൾ ആ ഉണർവിന് തടയിടാൻ, ആ തീയെ കെടുത്താൻ എഴുന്നേറ്റ് വന്ന ആളായിരുന്നു ശൗല്. സ്തേഫാനോസിനെ പോലെയുള്ളൊരു ദൈവമനുഷ്യൻ്റെ മരണത്തിൻ്റെ പിൻപിലെ മാസ്റ്റർ ബ്രെയിൻ സകല ഗൂഢാലോചനകളും നടത്തി, താൻ നടത്തിയ ഗൂഢാലോചനകൾക്ക് വേണ്ടി സാഹചര്യത്തെ മുഴുവൻ അങ്ങനെ സംവിധാനത്തിനകത്ത് ഒരുക്കി സ്തേഫാനോസിനെ കൊന്നുകളയുകയാണ്. സ്തേഫാനോസിനെ കൊന്നുകളഞ്ഞിട്ടും ഈ മനുഷ്യൻ്റെ അകത്ത പക തീരാതെ ദമസ്കോസിൽ ഈ മാർഗക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഉപദ്രവിക്കണമെന്ന മനോഭാവത്തോടെ അധികാരികളുടെ പത്രം എഴുതി വാങ്ങി ദമസ്കോസിലേക്ക് വരുന്നൊരു ശൗലിനെ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ദമസ്കോസ് പട്ടണത്തിൻ്റെ പടിവാതിക്കൽ നേർവീഥി എന്ന തെരുവിലേക്ക് ശൗൽ അടുത്തു വരുമ്പോൾ സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം ശൗലിൻ്റെ മേൽ വന്നടിക്കുന്നു. ഒരുപക്ഷെ ഈ മനുഷ്യൻ യാത്ര ചെയ്തു വന്ന മൃഗവാഹനത്തിൽ അതിന് വഹിക്കാൻ പറ്റാത്തൊരു ദൈവശക്തിയോടെ ഇറങ്ങി ആ മനുഷ്യനെ ആ തെരുവിലേക്ക് കുടഞ്ഞെറിഞ്ഞു. വീണ് കിടക്കുന്ന ശൗൽ ആ വെളിച്ചത്തിൽ, ആ സാന്നിധ്യത്തിനകത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? അർത്ഥം, ശൗലിന് മനസ്സിലായി, എന്നെ കർത്തൃത്വം നടത്തുന്ന എന്തോ ഒന്നാണ് എൻ്റെ മേൽ വ്യാപരിക്കുന്നത്. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ, ആരോ അവൻ. ശൗല് ചോദിക്കുക, നീ ആരാകുന്നു? ഒരു ശക്തിയെ നോക്കി, കാണാൻ പാകത്തിൽ ഒരു മനുഷ്യൻ അവിടെ ഇല്ല എങ്കിലും ഒരു ശക്തിയെ നോക്കി ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? ഉത്തരം, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ശൗലിന് വളരെ കൃത്യമായി മനസ്സിലായി, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന പഠിച്ച ന്യായപ്രമാണത്തിൻ്റെ അറിവിനേക്കാളും ഇന്നലകളിലെ പാരമ്പര്യത്തെക്കാളും പരീക്ഷ മനോഭാവത്തെക്കാളും ഒക്കെ അപ്പുറമായി എന്നെ കർത്തൃത്വം നടത്തുന്ന എന്തോ ഒന്നാ എൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. സത്യത്തിൽ അവിടെ വീണത് ശൗല, എഴുന്നേറ്റ് വന്നത് പൗലോസ. വീഴുന്നത് ബെന്യാമീൻ ഗോത്രത്തിലെ കടിച്ചു കീറുന്ന ചെന്നായ, എഴുന്നേറ്റ് വരുന്നത് യഹൂദാ ഗോത്രത്തിൻ്റെ ബാലസിംഹമാണ്. ദൈവശക്തി ഒരാളെ തൊട്ടാൽ, ദൈവ സാന്നിധ്യം ഒരാളെ തൊട്ടാൽ, ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരാൾ വിധേയപ്പെട്ടാൽ അവൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ആ നിയോഗത്തിൻ്റെ മനുഷ്യനെ ദൈവം അത്ഭുതകരമായി പുറത്തെടുക്കും. ദമസ്കോസ് അതിൻ്റെ പടിവാതിൽക്കൽ സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം വന്നടിക്കുക. നിങ്ങൾക്കറിയാമോ, ദമസ്കോസിൻ്റെ പഴയ പേര് ദമ്മശേക്ക് എന്ന. ആ കാലഘട്ടത്തിന്, പൗലോസിൽ ആ ശക്തി ഇറങ്ങുന്ന ആ കാലഘട്ടത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ദമ്മശേക്കിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നൊരു പ്രവചനമുണ്ട്. പിന്നെ വായിച്ചാൽ മതി. യെശയ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായത്തിൽ ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞ് ദമ്മശേക്കിനെ കുറിച്ച് അഭിഷക്തൻ പ്രവചിക്കുന്നു. അതിൻ്റെ രാജ്യത്വം ഇല്ലാതാകും. ദമ്മശേക്ക് ഒരു പട്ടണമാകാതെ വണ്ണം ശൂന്യകൂമ്പാരമായി തീരും. അതിൻ്റെ രാജ്യത്വം ഇല്ലാതാകും. അർത്ഥം ഇതാണ്, ദമ്മശേക്കിൻ്റെ മേൽ വീണ് കിടക്കുന്ന ദൂത് ശാപത്തിൻ്റെ ദൂത. പഴയ നിയമത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ ശക്തനായ പ്രവാചകൻ ദമ്മശേക്കിനോട് പ്രവചിച്ചത്, നീ ശാപമാ, ഇതൊരു പട്ടണമാകില്ല, ഇവിടെ നന്മയൊന്നും ഉണ്ടാകില്ല, ഇവിടെ അനുഗ്രഹമൊന്നും എഴുന്നേറ്റ് വരത്തില്ലെന്ന ശാപത്തിൻ്റെ ദൂത്. ഒന്നല്ല രണ്ടല്ല, ഏകദേശം 700 വർഷമായി ആ മണ്ണിനകത്ത് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ദമ്മശേക്കിൻ്റെ മണ്ണിനകത്ത് ഈ ശാപത്തിൻ്റെ ദൂത് അലിഞ്ഞു ചേർന്നു. ഈ അതിരിൽ നിന്നും, ആ പട്ടണത്തിൽ നിന്ന് നന്മയൊന്നും ഉയർന്നു വരത്തില്ലെന്ന് പഴയ നിയമത്തിലെ പ്രവാചകൻ ദൂത് പറഞ്ഞു വെക്കുമ്പോൾ 700 കൊല്ലത്തിനനന്തരമായി ആ പ്ലാറ്റ്ഫോമിൻ്റെ മീതെ സ്വർഗം തുറന്നു.
ആ പ്ലാറ്റ്ഫോമിനകത്ത് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി. സൂര്യനെ കവിയുന്നൊരു വെളിച്ചം വന്ന് തട്ടിയപ്പോൾ അന്ന് സ്വർഗം അവിടെ എഴുതി, ഇനി ഈ മണ്ണിനകത്ത് നിന്ന് ശാപമല്ല ഉയരാൻ പോകുന്നത്, ഇനി ഈ മണ്ണിനകത്ത് നിന്ന് ശാപത്തെ തകർക്കുന്ന വെളിപ്പാടുമായി ഞാൻ എൻ്റെ അഭിഷക്തനെ പുറത്തെടുക്കാൻ പോകുകയാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ കൈമാറുന്നു. നിന്റെ ഭവനം ഒരു ശാപമാ, നിന്റെ കുടുംബം ഒരു ശാപമാ, നിന്റെ അതിരിനകത്ത് ശാപമാ. ഇവിടെ നന്മ ഒന്നും പുറത്തു വരില്ല. ഇവിടെ വരുന്നതെല്ലാം ഈ ഒരു സാഹചര്യം കൊണ്ട് ഒതുക്കപ്പെടത്തേയുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആ പ്രതലത്തെ നോക്കിക്കൊണ്ട് ആത്മാവും നിയോഗത്തോടെ കൈമാറുകയാ. സകല ശാപത്തിന്റെ ദുരന്തങ്ങളെയും പൊളിച്ചു മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കൈമാറാൻ പോകുകയാ. എന്നോട് ചേർന്ന് ആ ദൂതനെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വായി തുറന്ന് അതരം ചലിപ്പിച്ച് കർത്താവിന് ആരാധന കൊടുത്തു. നിന്റെ കുടുംബം ഒരു ശാപമാ, നിന്റെ ജീവിതം ഒരു ശാപമാ, നിന്റെ പട്ടണം ഒരു ശാപമാ. ഇവിടെ ഒരു തലമുറ എഴുന്നേക്കത്തില്ലെന്ന് വിധി എഴുതിയ സകല മാനുഷിക പദ്ധതികളെയും പൊളിച്ചു മാറ്റിക്കൊണ്ട് അടുത്ത മഹത്വത്തിന്റെ തലമുറയെ പുറത്തെടുക്കേണ്ടതിനായി ഒന്നാമത്തെ ദൂത് കുമ്പഴ ദൈവസഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്ന് പ്രവചിച്ച് കൈമാറുകയാ. അടുത്തൊരു ജനറേഷൻ എഴുന്നേക്കത്തില്ലെന്ന് വിധി എഴുതിയ മാനുഷിക കൽപ്പനകൾക്കും പദ്ധതികൾക്കുമൊക്കെ അപ്പുറമായി നൂറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെ ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ അന്തരീക്ഷത്തിനകത്ത് പകർന്നു തുടങ്ങുകയാ. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ബോധ്യമാകുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ചേർത്തടിച്ച് നിങ്ങളുടെ വായ്കളെ തുറന്ന് അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. ശാപം നിമിത്തം ചില വീടുകളുടെ അകത്ത്, ശാപം നിമിത്തം ചില പട്ടണങ്ങളുടെ അകത്ത് കുടിയിരിക്കുന്ന കുടിയിരിപ്പുകളെ ദമ്മശേക്ക് ശാപത്തിന്റെ സൈനായിരുന്നു. ദമ്മശേക്കിന്റെ പേര് മാറി ദമസ്കോസായി. പക്ഷെ ദൈവം മാറിയില്ല. കണ്ടോ, എന്നും ആ സാഹചര്യത്തിൽ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ശാപം വീണ് കിടക്കുന്നൊരു മണ്ണിൽ, ശാപത്തിൻ്റെ സ്വാധീനം അലിഞ്ഞു ചേർന്നൊരു മണ്ണിൽ അതിൻ്റെ പട്ടണവാതിക്കൽ ഹെവൻ ഓപ്പൺ ആയപ്പോൾ ആ അന്തരീക്ഷത്തിനകത്ത് തുറന്ന സ്വർഗത്തിൻ്റെ മഹത്വം അത്ഭുതകരമായി വെളിപ്പെട്ടു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഉലക ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന ലോകരാജ്യങ്ങളുടെ ആ വലിയ നിയോഗത്തിനു വേണ്ടി അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു അഭിഷക്തനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നിമിത്തം ആരാധിക്കുന്ന ദൈവ പൈതലേ, അങ്ങയുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെ പൊളിച്ചെഴുതുന്ന ഒരു ദൈവശക്തിയെ ഞാൻ ഇതിനകത്ത് കൈമാറാൻ പോകുകയാണെന്ന് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ അരുളപ്പാടാ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിലായി ഈ ദൂതിന് നിങ്ങൾ ആമേൻ പറയുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. നിന്റെ ജീവിതത്തിനകത്ത് തുടർമാനമായ പരാജയങ്ങളെ, എക്സാമുകളുടെ അകത്ത് വരുന്ന പരാജയങ്ങൾ, പല ആവർത്തി എക്സാം എഴുതിയിട്ടും നിനക്ക് ജയിക്കാൻ കഴിയാതെ വണ്ണം പരാജയപ്പെടുന്ന ശാപത്തിന്റെ നുകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്തു മാറ്റുകയാ. ദൈവാത്മാവ് വീണ്ടും പറയുന്നു, ഉദരത്തിനകത്ത് വീഴുന്ന തലമുറയെ ഉദരത്തിനകത്തിട്ട് തകർക്കുന്ന അബോഷന്റെ സ്പിരിറ്റിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന സഭക്കാരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. അഭിഷക്തൻ എനിക്ക് മുമ്പായി പറഞ്ഞ വാക്ക് സത്യമാ, 100%. ഇതിനകത്ത്, ഈ ഹോളിനകത്തിരിക്കുന്ന ജനത്തിനേക്കാൾ അധികമായി ഇതിന് പുറത്ത് ലോകരാജ്യങ്ങളിൽ കർത്താവ് ഒരു തലമുറയെ തൊടാൻ പോവാ. നിങ്ങൾ സാക്ഷ്യം കേൾക്കും. നിങ്ങളുടെ നമ്പർ തേടി പിടിച്ച് ഇതിൻ്റെ ടെസ്റ്റ് മണിയുടെ അപ്ഡേഷനുമായി അടുത്ത ദിവസങ്ങളിൽ ചിലർ വരാൻ പോകയാ. ഈ മീറ്റിങ്ങിനെ ദൈവം വൃഥാവാക്കത്തില്ല. ഈ മീറ്റിങ്ങിനകത്ത് പട്ടണത്തെ ഇളക്കി മറിക്കുന്ന ഒരു വലിയ ചലനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകയാ. കണ്ടോ, പൗലോസിനെ പോലെ ഒരു അഭിഷക്തൻ രംഗത്ത് വരിക. വീണത് ശൗൽ, എഴുന്നേറ്റത് പൗലോസ്. ദമ്മശേക്കാണെങ്കിലും ശാപമാണെങ്കിലും ഓപ്പൺ ഹെവന്റെ കീഴിൽ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിക്കകത്ത് ഇന്നലകളിലെ ചരിത്രത്തെ പൊളിക്കാൻ കഴിയുന്നൊരു മഹത്വം ശക്തിയോടെ മറഞ്ഞു കിടപ്പുണ്ട്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത് അതല്ല. ഈ മനുഷ്യൻ ദമ്മശേക്ക് നേർവീഥി എന്ന തെരുവിലേക്ക് വീഴുമ്പോൾ ഇവൻ്റെ കയ്യിലൊരു കത്തുണ്ട്. കത്തിൻ്റെ ഉള്ളടക്കം ഇതാ: സഭയെ മുടിക്കണം, സഭയെ തകർക്കണം. അതിന് ഭാഗത്തിൽ അധികാരികളോട് എഴുതി വാങ്ങിച്ചുകൊണ്ട് വരുന്നൊരു കത്ത്. പക്ഷേ ആ വീഴ്ചയിൽ ആ കത്തിനെ കർത്താവ് തട്ടിത്തെറിപ്പിച്ചു.
ഞാനിങ്ങനെ വിശ്വസിക്കുകയാ, അന്ന് ആ തെരുവിൽ ഇറങ്ങി വന്ന ആത്മാവിൻ്റെ തീ കൊണ്ട് അതിനെ ദൈവം കത്തിക്കരിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അടുത്തൊരു കാലഘട്ടം കൊണ്ട് ദൈവം തെളിയിച്ചു, ഏത് കൈകൊണ്ടാണോ മുടിക്കാനുള്ള കത്തെഴുതിയത് അതേ കൈകൊണ്ട് തന്നെ പണിയാനുള്ള 14 കത്തുകൾ എഴുതാനുള്ള മഹാനിയോഗത്തെ ദൈവത്തിൻ്റെ ആത്മാവ് തുറന്ന സ്വർഗത്തിൽ നിന്ന് കൈമാറുകയാ. ഒരു വാചകം ഞാൻ പ്രവാചക നിയോഗത്തോടെ കൈമാറുന്നു. സഭയെ മുടിക്കാൻ ഒരു കത്തുമായി വന്നവനെ കൊണ്ട് തന്നെ അതേ സഭയെ പണിയിപ്പിക്കാനുള്ള 14 കത്തുകൾ എഴുതിപ്പിച്ച ചരിത്രം ഇന്നലകളിൽ നമുക്ക് പിറകിലുണ്ടെങ്കിൽ, നിന്നെ തകർക്കാൻ വരുന്നവരെ കൊണ്ട് തന്നെ നിന്നെ പണിയിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം, നിന്നെ നശിപ്പിക്കാൻ വരുന്നവരെ കൊണ്ട് തന്നെ നിന്നെ മുൻനിരയിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിനകത്ത് തുറക്കുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഈ ദൂതിനോട് പ്രതികരിച്ചു. മുടിക്കാൻ വന്നവനെ കൊണ്ട് തന്നെ പണിയിപ്പിച്ച ചരിത്രം, ഉപദ്രവകാരിയായി വന്നവനെ ഉപകാരിയാക്കിയ ദൈവത്തിന്റെ മഹത്വം, ഉന്മൂലനാശം വരുത്തുവാൻ ഹൃദയത്തിനകത്ത് പദ്ധതി ആവിഷ്കരിച്ചവനെ കൊണ്ട് ലോകത്തിന്റെ 5 വൻകരകളിലും ഈ ചരിത്രത്തെ വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ട ദൈവത്തിന്റെ മഹത്വം കുമ്പട ദൈവസഭയ്ക്കകത്ത് ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഈ ദൈവത്തിന്റെ നീതി ഇന്ന് പകലിൽ ചിലർക്ക് വേണ്ടി ശക്തിയോടെ വെളിപ്പെട്ടു വരിക. ദൈവരാജ്യത്തിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. മുടിക്കാനും തകർക്കാനും പാകത്തിൽ മനോഭാവത്തോടെ വരുന്നവനെ കൊണ്ട് തന്നെ ദൈവം പണിയിപ്പിക്കും. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ കണ്ടോ? ഒരു കത്ത മുടിക്കാൻ കൊണ്ടുവന്നേ, 14 കത്തുകൾ ഇതേ കൂട്ടത്തെ പണിയാൻ എഴുതിപ്പിച്ചു. കൂടെ നടന്ന 12 എണ്ണത്തിന് കിട്ടാത്ത വെളിപ്പാട്, കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് കിട്ടാത്ത വെളിപ്പാട്, കൽഭരണിക്കകത്ത് വെള്ളം കോരി നിറച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന ശിഷ്യന്മാർക്ക് കിട്ടാത്ത വെളിപ്പാടുമായി. ഹബാനാസിയ, കുരുട്ട് കണ്ണുകളെ തുറന്ന് മുടന്തുള്ളവനെ തുള്ളിച്ച് മരിച്ചതിനെ ഉയർപ്പിച്ച് രാജ്യങ്ങളെ കർത്താവിൻ്റെ മഹത്വത്താൽ നിറച്ചപ്പോൾ 3.5 കൊല്ലം കൂടെ നടന്ന പത്രോസിനോ യോഹന്നാനോ അന്ത്രയോസിനോ ഒന്നും കിട്ടാത്ത വെളിപ്പാടുമായി ഒരു തെരുവിൽ നിന്നും അന്നൊരു മനുഷ്യനെ ദൈവാത്മാവ് പുറത്തെടുത്തെങ്കിൽ, ആത്മമണ്ഡലത്തിൽ ഞാൻ സഭയുടെ മീതെ ഈ വാചകത്തെ കൽപ്പിച്ചാക്കുകയാണ്. മുടിക്കാനും തകർക്കാനും പദ്ധതി ആവിഷ്കരിക്കുന്നവരെ കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം വിശ്വസിക്കുന്നവർ സ്വീകരിച്ചു. നിന്റെ മുമ്പിൽ ഇന്നലകളിൽ വഴിയടച്ച ആളുകൾ നിനക്ക് വേണ്ടി വഴി തുറന്നു തരാൻ പോകുകയാ. വാക്കുകൊണ്ട് നിന്റെ വഴി അടച്ച ആളുകൾ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. വാക്കുകൊണ്ട് ഉപദ്രവിച്ച ആളുകൾ വാക്കുകൊണ്ട് നിനക്ക് ഫേവർ ചെയ്യാൻ പോകുകയാ. നിന്നെ തകർത്ത് കളയാൻ പദ്ധതിയിട്ട ആളുകൾ തന്നെ നിനക്ക് വേണ്ടി മുൻനിരയിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന്റെ ദൈവപ്രവൃത്തിയെ ഇന്ന് പകലിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ തുറക്കുമെന്ന് ആത്മാവിൽ കർത്താവ് ഈ വചനം കൊണ്ട് പ്രവചിച്ച് കൈമാറിയാൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ ഇരുകരവും ചേർത്തടിച്ച് വായി തുറന്ന് ദൈവത്തിന് ആരാധന കൊടുത്തു. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യരും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കൂ. ഇത് നിന്റെ തിരിവിന്റെ മകളാ. തടസ്സം നിൽക്കുന്നവർ വഴി തുറന്നു തരാൻ പോവാ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. വഴിയടച്ചവർ വഴി തുറക്കും. വഴിയടച്ചവർ വഴി തുറക്കും. അങ്കിളെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ എനിക്ക് നിർബന്ധം തരുന്നു. വഴിയടച്ചവർ വഴി തുറക്കും. 112-ാം സങ്കീർത്തനക്കാരൻ പാടി, അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹത്തെ നിവർത്തിച്ച് കാണും. തടസ്സം നിൽക്കുന്നവർ വഴി തുറന്നു തരാൻ പോകയാ. ഉപദ്രവം ചെയ്യുന്നവർ ഉപകാരികളായി തീരാൻ പോകയാ. ഇന്ന് പ്രാർത്ഥിച്ചോ, മാർഗ തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തി പരപ്രേരണ കൂടാതെ നിങ്ങളുടെ മുമ്പിൽ വഴിമാറി വഴി തെളിച്ചു തരുന്നത് പോലൊരു ദൈവപ്രവൃത്തി ആണ്ട് തീരുന്നതിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമെന്ന്. ഈ ആണ്ട് തീരാൻ ഇനി 8 ദിവസമേ ഉള്ളൂ. ആത്മാവ് പ്രവചിക്കുന്നു, അടുത്ത 8 ദിവസത്തിനുള്ളിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ ഒരുങ്ങിക്കോ. ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന്. ഗെരാർ താഴ്വരയിൽ തർക്കഭൂമിക്കകത്ത്, ഗെരാർ എന്ന വാക്കിന്റെ അർത്ഥം തർക്കഭൂമി, തർക്കഭൂമിക്കകത്ത് രഹബോത്തിന്റെ ഉറവയെ കൊടുത്ത ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് അങ്ങേക്ക് വേണ്ടി കൈമാറുകയാ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ശൗല് സഭയ്ക്ക് ഉപദ്രവകാരിയായിരുന്നു, പക്ഷെ ദൈവം തൊട്ടപ്പോൾ ആ മനുഷ്യൻ ഉപകാരിയായി. ശൗല് സഭയെ മുടിക്കാൻ വന്നവനാ,
എന്നാൽ ദൈവം തൊട്ടപ്പോൾ ആ മനുഷ്യൻ സഭയെ പണിയാൻ തുടങ്ങി. കൂടെ നടന്നവർക്ക് കിട്ടാത്ത വെളിപ്പാടുമായ ഒരു മനുഷ്യൻ രംഗത്ത് വരിക. പൗലോസ് പിന്നത്തേതിൽ അടുത്തൊരു നിയോഗത്തിലേക്ക് കയറുമ്പോൾ ഗലാത്യ സഭയോട് പൗലോസ് അത് പറയുന്നുണ്ട്. ഗലേഷ്യൻസ് 1:16 പറയുന്നുണ്ട്, തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കുവാൻ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ ഇവരുടെ അരികിലേക്ക് പോകാതെ ഞാൻ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. എന്നെ നോക്കിക്കേ, ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ജാതികളിലേക്ക് സുവിശേഷത്തെ എത്തിപ്പാൻ ദൈവം ഒരു നിയോഗത്തോടെ തെരുവിൽ നിന്ന് ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഇദ്ദേഹം നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. ഞാൻ ഇങ്ങനെ പറയും, പൗലോസ് കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനാ മനുഷ്യനാണ്. ആസ്യ മുഴുവൻ വചനം പരന്നു, അതിശക്തമായ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 15 അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാലഘട്ടം കൂടെ നിന്ന ബർന്നബാസ് വഴിമാറി. ബർന്നബാസ് പൗലോസുമായി ഉഗ്രവാദമുണ്ടായെന്ന് ബൈബിൾ പറയുന്നു. വൈദ്യനായ ലൂക്കോസ് അന്നത്തെ റോമൻ ഗവർണർ എന്ന് അനുമാനിക്കുന്ന തെയോഫിലോസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതി, ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി കുപ്രസ് ദ്വീപിലേക്ക് പോയി. ശൗൽ പൗലോസ് തനിച്ചായി. കണ്ടോ, വെളിപ്പാട് കിട്ടിയ മനുഷ്യൻ ഒറ്റയ്ക്ക, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുക. അവിടെ മുതൽ ദൈവത്തിൻ്റെ ഇടപാട് ആരംഭിക്കുകയാ. ആസിയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. ബിഥുന്യയ്ക്ക് പോകാൻ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. മുസ്യ കടന്ന് ത്രോവാസിലെത്തിയപ്പോൾ സ്വപ്നത്തിനകത്തൊരു ദർശനം ഇതാ, മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ തൻ്റെ അരികിൽ ഇറങ്ങി വന്ന് പറയുകയാ, നീ ഞങ്ങളുടെ ദേശത്തേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കണം. ആസ്യ അടഞ്ഞത് മക്കദോനിയ തുറക്കാനാ. ഏഷ്യ അടഞ്ഞത് മാസിഡോണിയ തുറക്കാനാ. എൻ്റെ ഭാഷയിൽ വർത്തമാനകാലത്തിൻ്റെ ദൂത് ഞാൻ കൈമാറുകയാ. ഏഷ്യയുടെ വാതിൽ അങ്ങയുടെ മുമ്പിൽ അടഞ്ഞാൽ യൂറോപ്പിൻ്റെ വാതിലിനെ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. കണ്ടോ, മാസിഡോണിയൻ ഡോറ് തുറന്ന് ഈജിയൻ കടൽ കടന്ന് മാസിഡോണിയയുടെ തീരത്തേക്ക് പൗലോസും കൂട്ടനും വന്ന് അടുക്കുമ്പോൾ ഫിലിപ്പിയ പട്ടണം തുറക്കുന്നു. അവിടെ മുതൽ 2ാം മിഷണറി യാത്രയാ. എനിക്കറിയില്ല, ഞാൻ ഈ ഭാഗം മുഖവര പറയാൻ നിന്നതല്ല, പക്ഷേ ആത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വാതിൽ നിന്റെ മുമ്പിൽ അടയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ വാതിൽ തുറക്കാൻ കഴിയുന്നൊരു ദൈവം ആ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആത്മാവ് വീണ്ടും ആ വാചകത്തെ ആവർത്തിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ വാതിൽ തുറക്കാൻ കഴിയുന്ന സർവശക്തന്റെ മഹത്വം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. തോട്ടിലെ വെള്ളം വറ്റിയാൽ കാക്കയുടെ വരവ് നിന്നാൽ സാരാഭാത്തിനെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി ഏലിയാവേ അങ്ങയ്ക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകയാ. അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ നിരാശയോടെ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ആത്മാവ് ഇന്ന് പകൽ അതിശക്തിയോടെ കൈമാറുകയാ. ഉലകത്തിന്റെ ചരിത്രത്തിൽ ഒരുത്തർക്കും തുറക്കാത്ത മഹത്വത്തിന്റെ വാതിലിന് നിന്റെ വീടിനകത്ത് ഞാൻ തുറക്കാൻ പോകയാ. എന്തിനാ ഏഷ്യ അടഞ്ഞത്? അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ദൈവം തെളിയിക്കും. മാസിഡോണിയ തുറക്കാനാ. കർത്തൃദാസിയോട് അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആൻറ്റിയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഡോർ തുറക്കാൻ പോവാ. ആ കൈയൊന്ന് ഉയർത്തിക്കേ. വാതിൽ തുറക്കാൻ പോവാ. അടഞ്ഞതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. എന്തോ ഭൗതിക വിഷയത്തിനകത്ത് നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അടുത്തൊരു കരുതലിന്റെ കരവുമായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകയാ. രാജ്യത്തിന്റെയും ഭൂഖണ്ഡത്തിന്റെയും വ്യോമാതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് അഭിഷക്തെ അങ്ങയുടെ വീടിനകത്ത് അങ്ങ് അനുഭവിക്കേണ്ട നന്മയും കരുതലുമായി ചിലതിനെ ഞാൻ എത്തിക്കാൻ പോകുകയാണെന്ന്. 2025 പ്രവേശിക്കുമ്പോൾ എന്തോ ഒരു പുതിയ അത്ഭുതം നിങ്ങൾ കാണാൻ പോകുകയാണെന്ന് ഹൃദയത്തിൽ ഈ ദൂത് കുറിച്ചോണം. കഴിഞ്ഞ 17 വർഷം അങ്ങ് കരഞ്ഞൊരു വിഷയത്തിനകത്ത് ആഴത്തിലൊരു ദൈവപ്രവൃത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കുക. എന്താ കർത്താവേ, എനിക്ക് മാത്രം ഇങ്ങനെ, എൻ്റെ വീടിനകത്ത് മാത്രം ഇങ്ങനെ എന്ന്, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ആത്മീക ജീവിതത്തിനകത്ത് മാത്രം ഇങ്ങനെ, എല്ലായിടത്തും തിരസ്കരണമാണല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആത്മാവ് അങ്ങയോട് പറയുകയാണ്, 17 കൊല്ലത്തെ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ദൈവപ്രവൃത്തി ദൈവാത്മാവിന് ശക്തിയോടെ കൈമാറുകയാ. വിശ്വസിക്കുന്നവർ വായി തുറന്ന് അതരം ചലിപ്പിച്ച് ഹല്ലേലൂയ. എന്തോ വലിയ പ്രവാചക നിയോഗം ഇതിൻ്റെ മീതെ ഒരു തുറന്ന സ്വർഗത്തിൽ നിന്നും എനിക്ക് ബോധ്യമാകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി കർത്തൃസന്നിധിയിൽ ഇരുന്നാട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി ഒരു വാതിൽ അടഞ്ഞാൽ അതിനേക്കാൾ പവർഫുൾ വാതിൽ തുറക്കും. ഏഷ്യൻ സൈഡിലെ ഉണർവിന്, ആ മീറ്റിംഗ് ഷെഡ്യൂളുകൾക്ക് കർത്താവ് തടസ്സം നിന്നത് കർത്താവിൻ്റെ അറിവോടുകൂടി അതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊന്ന് തുറക്കാനാ.
സ്തോത്രം. ദൈവത്തിൻ്റെ അറിവോടുകൂടി ഒന്ന് അടഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവോടുകൂടി അതിനേക്കാൾ ശ്രേഷ്ഠകരമായി മറ്റൊന്ന് തുറക്കും. പൗലോസിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പല നിലകളിൽ പല സ്ഥലങ്ങളിൽ കാരാഗ്രഹവാസം അനുഭവിക്കുകയാണ്. ഇങ്ങനെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ സ്തോത്രം, കൊളോസ്യ സഭയ്ക്ക് ആത്മനിയോഗത്തോടെ ലേഖനം എഴുതുക, ലേഖനങ്ങളുടെ രാജാവ്. ഈ ലേഖനത്തിൻ്റെ ആകെ പ്രമേയം ഇതാണ്, സ്തോത്രം, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. അവനിൽ വേരൂന്നി അവനിൽ ആശ്രയിച്ച് അവനിലുള്ള സകല നിറവിനാലും മഹത്വത്താലും സഭ ജീവിക്കണമെന്ന് സഭയെ പ്രബോധിപ്പിക്കുന്ന ഉദ്ബോധിപ്പിക്കുന്ന 4 അധ്യായങ്ങൾ ഈ ലേഖനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4 അധ്യായം. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആകത്തുക ഇതാണ്: പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. ആ മർമ്മം ഇതാ, മഹത്വത്തിൻ്റെ പ്രത്യാശയെന്ന് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഒരു കാലഘട്ടത്ത് ശീലോവിലെ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തും പിന്നത്തേതിൽ ജെറുസലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തും തിരശീലയ്ക്കകത്ത് ഒതുക്കപ്പെട്ട ദൈവമഹത്വം വിശ്വസിക്കുന്ന ഒരുവന്റെ ഉള്ളിലുണ്ടെന്ന്. ബിൽഡിങ്ങിനകത്തും രൂപത്തിനകത്തും രൂപക്കൂടിനകത്തുമൊക്കെ ഒതുങ്ങി നിന്ന ദൈവത്തിന്റെ മഹത്വത്തെ ബിൽഡിങ് പൊളിച്ച് രൂപം പൊളിച്ച് രൂപക്കൂട് പൊളിച്ച് അവന്റെ ദേഹം എന്ന തിരശീല കീറിയപ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറി അതിവിശുദ്ധ സ്ഥലത്ത് ഒതുങ്ങി നിന്ന മഹത്വത്തെ ആരാധിക്കുന്ന ഒരു പൈതലിന്റെ അകത്തേക്ക് കൈമാറിയ മഹത്വമാണ് പുതുനിയമ സത്യം വിളിച്ചു പറയുന്നതെങ്കിൽ ആത്മാവിൽ ഞാൻ ചിലരെ നോക്കി കൈമാറുകയാ. ഒരു പ്രതലത്തിനകത്ത് ഒതുങ്ങി നിന്ന ദൈവത്തിന്റെ മഹത്വത്തെ ഇന്ന് പകലിൽ ആരാധിക്കുന്ന അങ്ങയുടെ അകത്ത് ദൈവം സ്ഥാപിച്ചേക്കുക. 1-ാം അധ്യായത്തിൽ സ്തോത്രം മുഴങ്ങി കേൾക്കുന്ന ശബ്ദം ഇതാണ്: പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം അടുത്ത തലമുറയ്ക്ക് അവൻ വെളിപ്പെടുത്തി. എന്താണ് ആ മർമ്മം? അഖിലാണ്ടത്തെ ചമച്ച ദൈവം രൂപം വിട്ട് വിശ്വസിക്കുന്ന ഒരുവന്റെ ഉള്ളിലിറങ്ങി. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് രക്ഷാനിർണയം പ്രാപിച്ചൊരു ദൈവ പൈതലിന്റെ അകത്തേക്ക് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥൻ ഇറങ്ങി വന്നെന്ന് കൊലോസ്യ പട്ടണത്തെ നോക്കി പൗലോസ് വിളിച്ചു പറയുകയാ. 2-ാം അധ്യായത്തിനകത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത പദം: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. ദൂതിതാണ് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒന്നും ഒരു മന്ത്രത്തകിട് കൊണ്ടും ഒരു മന്ത്രച്ചരട് കൊണ്ടും ഒതുക്കിക്കൂട്ടി കെട്ടിപ്പൂട്ടി വെക്കാൻ വയ്യാതെ വന്നോ അവനെ പുറത്തെടുക്കുന്ന ഒരു ദൈവശക്തി കാൽവറിയുടെ കൊലക്കളത്തിൽ വെളിപ്പെട്ടെന്ന് ആരാധിക്കുന്ന ആത്മനിറവോടെ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന മക്കളോട് നിയോഗത്തോടെ ഞാൻ കൈമാറുകയാ. ബന്ധനങ്ങൾക്ക് അങ്ങേ ഒതുക്കാൻ പറ്റത്തില്ല. എല്ലാരെയും തകർത്ത പ്രതിസന്ധിയുടെ കൂട് പൊളിച്ചു പുറത്തു വരുന്ന അതിശക്തമേറിയ ഒരു അഭിഷേകത്തെ ഇന്ന് പകലിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഞാൻ കൈമാറുമെന്ന് ആത്മാവ് പ്രവചിച്ചു കൈമാറിയ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരം തട്ടി വായി തുറന്ന് കർത്താവിന് ആരാധന കൊടുത്തു. നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ക്കപ്പെട്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന യേശുവിന്റെ കാൽവരി ക്രൂശ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയപരിധിയിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശത്തെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിന്റെ എളിയ അഭിഷക്തന്മാരാകുന്ന ഞങ്ങൾ ഇന്ന് നിങ്ങളെ നോക്കി പ്രബോധിപ്പിക്കുകയാ. നിന്റെ ഭാവിക്ക്, നിന്റെ തലമുറയുടെ ഭാവിക്ക്, നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ജോലിയുടെ നിയമന വിഷയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കൈയെടുത്ത് നിങ്ങൾക്ക് വിരോധമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിൽ വിശ്വസിച്ചു. നിനക്ക് വിരോധമായിട്ടുള്ള ആ നിയമത്തെ മാറ്റാൻ, നിനക്ക് വിരോധമായിട്ടുള്ള കൈയെഴുത്തിനെ മാറ്റാൻ ഇന്ന് ഈ വചനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കുന്ന ആ നിയമനത്തെ, നീ പലതവണ എക്സാം എഴുതി പരാജയപ്പെട്ടു പോയ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇന്ന് വെളിപ്പെട്ട് വരാൻ പോകുകയാ. കാരണം കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യത്തിൽ ആത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ മായിച്ചൊരു സ്ഥലമുണ്ട്. നിയമനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില കൈയെഴുത്തുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മായിച്ചു കളയാൻ പോകുകയാ. ആണ്ട് തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു. ബോധ്യമാകുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നിയമനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ ഇന്നാമേൻ പറഞ്ഞു. അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ ഇരുത്തി വാഴിക്കാൻ
എസ്തേറിനെ ഡിവൈൻലി അപ്പോയിന്റ് ചെയ്യാൻ, വസ്തിയെ നീക്കിക്കളയണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ദൈവം ഈ മിനിറ്റിൽ പറയുന്നു, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി, അഭിഷേകമുള്ള നിനക്ക് വേണ്ടി ഒരു നിയമനം നടത്താൻ, നിലവിലുള്ള നിയമനങ്ങൾക്ക് ഭേദഗതി വരുത്തണമെങ്കിൽ മാറ്റേണ്ടതിനെ മാറ്റിയിട്ട് കൊണ്ടിരുത്തി വാഴിക്കേണ്ടതിനെ കർത്താവ് ചില മേഖലകളുടെ തിരുത്തി വാഴിക്കാൻ പോയാ. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. 1-ാം അധ്യായത്തിന്റെ പ്രമേയം ക്രിസ്തു നിന്റെ അകത്തുണ്ട്. 2-ാം അധ്യായത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന സന്ദേശം ഇതാ, ക്രൂശിൽ ആ കൈയെഴുത്തിനെ മായിച്ചു, പിശാചിന്റെ ആയുധവർഗത്തെ വെപ്പിച്ചു. 3-ാം അധ്യായത്തിലേക്ക് പൗലോസ് വെളിപ്പാട് എഴുതി തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, ചിന്തിപ്പിൻ. ഭൂമിയിലെ കാര്യം ഫോക്കസ് ചെയ്യരുത്, ഉയരത്തിലെ കാര്യം ഫോക്കസ് ചെയ്യണം. 3:24 പൗലോസ് എഴുതി, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. വേണ്ട, ഇങ്ങനെ മറ്റൊരുത്തർക്കും കൊടുക്കാത്ത അസാധാരണ ക്രിസ്തു വെളിപ്പാടും ക്രിസ്തു മർമ്മവും ഒക്കെ പറഞ്ഞ് സ്തോത്രം, അതിൻ്റെ കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരുമ്പോൾ തന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിന്റെ വന്ദനം ചൊല്ലുക. ഇനി ഈ ദൂതനെ നിങ്ങൾ കുറെ കൂടെ ഗൗരവമായി ശ്രദ്ധിക്കണം. എപ്പഫ്രാസ് ഒരു സാധാരണ ശിഷ്യനല്ല. എപ്പഫ്രാസ് മറ്റെല്ലാ ശിഷ്യന്മാരെയും പോലെ അല്ലെങ്കിൽ പൗലോസിന്റെ മറ്റ് ദാസന്മാരെ പോലെ ഒരു ദാസനല്ല. എപ്പഫ്രാസ് കാലഘട്ടത്തിന്റെ പ്രാർത്ഥനാ മനുഷ്യനാ. ഹല്ലേലൂയ. പൗലോസ് റോമൻ ജയിലിനകത്തിരുന്ന് ഈ വെളിപ്പാട് എഴുതുമ്പോൾ അതേ ജയിലിനകത്ത് തൊട്ടപ്പുറേ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ? 10-ാം അധ്യായം 10-ാം വാക്യം മുതൽ 4-10 വാക്യം മുതൽ കൂടെയുള്ളവരുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുമ്പോൾ എപ്പഫ്രാസിന്റെ ഗ്രീറ്റിംഗ്സ് അറിയിച്ചങ്ങ് ആ വാചകം കംപ്ലീറ്റ് ചെയ്യല്ല പൗലോസ് ചെയ്ത്. ഗ്രീറ്റിംഗ്സിന്റെ കൂടെ എപ്പഫ്രാസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് സാധാരണ പ്രാർത്ഥനയല്ല. ജയിലിനകത്ത് കിടക്കുമ്പോഴും ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് തനിക്കൊരു ജയിൽ മോചനം വേണമെന്നല്ല, തൻ്റെ വിഷയത്തിനൊരു വിടുതൽ വേണമെന്നല്ല എപ്പഫ്രാസിന്റെ പ്രാർത്ഥനാ വിഷയം. എപ്പഫ്രാസിന്റെ പ്രാർത്ഥനാ വിഷയം തന്നിലൂടെ നയിക്കപ്പെട്ട സഭ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവും ഉള്ളവരായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുക. സാധാരണ പ്രാർത്ഥനയല്ല, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. എപ്പഫ്രാസിന്റെ പിക്ചർ ദൈവമക്കളുടെ മുമ്പിൽ വരണം. കിലോമീറ്ററുകൾക്കപ്പുറം ആത്മനിയോഗത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന കൊളോസ്യ സഭ തികവുള്ളവരായി തീരേണ്ടതിനായി ജയിലിനകത്തൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുക. കിലോമീറ്ററുകൾക്കപ്പുറം ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിനായി ജയിലിനകത്ത് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ പ്രാർത്ഥനാ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി സ്വന്തം വിഷയമല്ല, മുൻഗണന തന്റെ വിഷയത്തിനല്ല. ശരീരത്ത് മുറിവുണ്ട്, ജയിലിലെ ചാട്ടവാറിന്റെ അടിയേറ്റിട്ടുണ്ട്. ഒരു ഭിത്തിക്കപ്പുറം ഇതേ ജയിലിൽ കിടക്കുന്ന ആളുകളെ കൊന്നുകളയാനുള്ള വാളിന് മൂർച്ച വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. വാള് രാഗി മൂർച്ച വർദ്ധിപ്പിച്ച് വാള് രാഗി മിനുക്കുന്ന ശബ്ദം തൻ്റെ കാതിൽ കേൾക്കുമ്പോഴും എപ്പഫ്രാസിന്റെ ഹൃദയത്തെ അത് തളർത്തുന്നില്ല. എപ്പഫ്രാസിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അടുത്ത തലമുറ പുറത്തു വരാനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ഒരാഴ്ച വട്ടം ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചു ഇങ്ങനെ സഭ ഒരുമിച്ച് കൂടി വരുമ്പോൾ നിങ്ങൾ മുൻപിൽ വെക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ പ്രയോറിറ്റി എന്നാ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൈമാറുന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ലിസ്റ്റില്ലേ, അതിന്റെ മുൻഗണന എന്നാ? നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ ദൈവസഭയ്ക്കകത്തൊരു ഉണർവ് നടക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? നമുക്കും ദൈവം നമുക്ക് തന്ന തലമുറകളുടെയും ഭൗതിക അഭിവൃദ്ധിയാണോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, അതോ തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരു തലമുറ കർത്താവിനെ തിരിച്ചറിയണമെന്നാണോ നിങ്ങളുടെ പ്രാർത്ഥന? ആത്മാവിന് ശക്തമായിട്ട് ഇടപെടുകയാ. പാപത്തിനകത്ത് രസിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിനായി ഇന്ന് പകൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം മാനിക്കാൻ പോകുകയാ. അങ്ങനെ സമർപ്പണമുള്ളവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ശക്തിയോടെ കർത്താവിന്റെ മഹത്വം കൊടുത്തു. എത്രത്തോളം ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി കർത്താവിന് ആരാധന കൊടുക്ക്. നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കത്തില്ല. എപ്പഫ്രാസേ, അങ്ങയുടെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി അങ്ങിലൂടെ പുറത്തു വന്ന ദൈവസഭയുടെ ഒരു തികവും അവരുടെ യഥാസ്ഥാനവുമാണെങ്കിൽ
കാലഘട്ടത്തിന്റെ പ്രാർത്ഥനാ വീരന്മാർ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. സൗഖ്യമല്ല മനുഷ്യന്റെ വിഷയം. ശരീരത്തിന്റെ മുറിവ് സൗഖ്യമാകുക, മനസ്സിന്റെ മുറിവ് മാറുക. സ്തോത്രം. കൈകാലുകളിലെ ചങ്ങലകൾ അഴിയുക. ഈ ജയിലിന്റെ വാതിലെന്ന് തുറന്നു തരണമെന്നോ, സ്തോത്രം, എനിക്ക് വേണ്ടി എന്നെ പുറത്തെടുക്കാൻ ഒരാൾ വരണമോ, ഇതൊന്നുമല്ല എപ്പഫ്രാസിന്റെ വിഷയം. എപ്പഫ്രാസിന്റെ വിഷയം കിലോമീറ്ററിനപ്പുറം ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്തൊരു ചലനം ഉണ്ടാകണോ, സഭയ്ക്കകത്തൊരു ഉണർവുണ്ടാകണോ, സഭയ്ക്കകത്ത് അടുത്ത തലമുറ എഴുന്നേക്കണോ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ വൻകാര്യങ്ങൾ കാണണോ, ഇതിനകത്ത് ആത്മാക്കളെ കൊണ്ട് നിറയണോ. ഇങ്ങനെ വ്യത്യസ്ത നിലയിൽ ആത്മീക വിഷയത്തിന് പ്രയോറിറ്റി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിയോഗം കൈമാറുകയാ. ഇന്നത്തെ ദൂത് അങ്ങയോടാ, ഇന്നത്തെ ദൂത് നിന്നോടാ ദൈവ പൈതലേ. ഈ ദൂത് കൊണ്ട് കർത്താവ് ശക്തിയോടെ നിന്നോട് സംസാരിക്കുകയാ. നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഈ നൂറ്റാണ്ടിന്റെ പ്രാർത്ഥനാ മനുഷ്യനായി, ഈ നൂറ്റാണ്ടിന്റെ പ്രയർ വാരിയറായി ആത്മാവ് ഇന്ന് പകൽ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുകയാ. ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, ആരാ എപ്പഫ്രാസ്? സാധാരണ ഒരു ജയിൽ പുള്ളിയാണോ? സത്യത്തിൽ പൗലോസ് തിഹിക്കോസിന്റെ വരവും കാത്ത് ഈ വെളിപ്പാട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. റോമൻ ജയിലിൽ നിന്നും കൊലോസിയ പട്ടണത്തിലേക്ക് ഈ ലേഖനം ചുരുളുകളായി കൊടുത്തു വിടുമ്പോൾ ഇതവിടെ ഡെലിവറി ചെയ്യേണ്ടത് തിഹിക്കോസാ. തിഹിക്കോസിന്റെ വരവും കാത്ത് വെളിപ്പാട് നിയോഗത്തോടെ എഴുതുമ്പോഴും കാതിൽ ഒരുവന്റെ പ്രാർത്ഥന കേൾക്കുക. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാ, ഒരു കാതുകൊണ്ട് സ്വർഗത്തിലെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ മറുകാതുകൊണ്ട് എപ്പഫ്രാസിന്റെ പ്രാർത്ഥന കേൾക്കുക. പൗലോസ് കൊലോസ്യ പട്ടണക്കാർക്ക് വേണ്ടി വെളിപ്പാട് എഴുതുമ്പോൾ എപ്പഫ്രാസ് കൊലോസ്യ പട്ടണക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാ. ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു തന്ന നിങ്ങളുടെ മാൻ ഓഫ് ഗോഡ്, നിങ്ങളുടെ അഭിഷക്തൻ പാസ്റ്റർ ടോം അവറുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒന്ന് കൈത്താങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? കുമ്പഴ പട്ടണത്തോട്, പത്തനംതിട്ട ജില്ലയോട്, ഇവിടെ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളോട് പോരാടാൻ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളുമായി അഭിഷക്തൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ശക്തമായി സജീവമായി നിൽക്കുമ്പോൾ പൗലോസിനു കൂടെ എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥനാ സഹകാരിയാകാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവാത്മാവ് പറയുകയാ, ഒരുവൻ വചനവുമായി നിൽക്കുമ്പോൾ മറ്റൊരുവൻ പ്രാർത്ഥനയുമായി നിന്നാൽ പട്ടണം ഇളകി മറിയുന്നൊരു ചലനത്തെ, പട്ടണം ഇതുവരെ കാണാത്തൊരു മഹത്വത്തെ ഞാൻ കൽപ്പിച്ചാക്കാൻ പോകയാ. വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ഏറ്റെടുത്തു. സ്വർഗത്തിന്റെ ഭാഷയിൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതരം ചലിപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ സീസണെ ചലിപ്പിക്കുന്ന, ഈ സീസണിന്റെ ഉണർവിനെ തിരിക്കുന്ന ആരോ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു ഇതൊരു ടേണിംഗ് പോയിന്റ് ആവണമെന്ന്. ആത്മാവിൽ ആ പദം ഞാൻ കടമെടുക്കുകയാ. ഈ സീസണിന്റെ ടേണിംഗ് പോയിന്റ് ആയി ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. അപ്പൊ വചനം പറയുന്ന പൗലോസും പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസും രണ്ടുപേരും ഒരു ഗ്രൂപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോഴും ഈ വെളിപ്പാട് അവിടെ കൊണ്ട് കൊടുക്കാൻ ഒരു തിഹിക്കോസിനെ ദൈവം കണ്ടു. അപ്പൊ ഈ ആത്മീക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇതൊരു വൺ മാൻ ഷോ അല്ല. ആ പദം ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം. ഒരാൾ ഒറ്റയ്ക്ക് കയറി വന്ന് 1-2 മണിക്കൂർ പ്രസംഗിക്കുന്നു, പഠിച്ചു വെച്ച പോയിന്റുകൾ കൈമാറുന്നു, നിങ്ങൾ കേൾക്കുന്നു, കൈതട്ടുന്നു. അതല്ല. ദൈവം നമുക്ക് വേണ്ടി ഈ പുൾപിറ്റിൽ നിർത്തുന്ന അഭിഷക്തനെ പ്രാർത്ഥനയിൽ കൈത്താങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? വെളിപ്പെട്ട് വരുന്ന വചനത്തെ അത് ദൈവവചനമായി സ്വീകരിക്കാൻ തയ്യാറാണോ? തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, മനുഷ്യരുടെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ തന്നെ ദൈവവചനമായി കൈക്കൊണ്ടതിനാൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ ജിബിൻ, പാസ്റ്റർ ടോം മാറി മാറി ദൈവവചനം പറയുന്നു. അത് ദൈവത്തിന്റെ വചനമായി കൈക്കൊണ്ടാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കും. ഇത് നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവരല്ല, ഇത് ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളാ. ദൈവം എനിക്ക് നിയോഗം തരിക, ഇങ്ങനെ ഒരു തലമുറയെ അങ്ങയുടെ വീടിനകത്ത് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയാ. പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് വിശ്വാസത്തോടെ ദൂതനെ ഏറ്റെടുക്കുന്ന ചില പിതാക്കന്മാരുടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സംസാരിക്കുന്നു. ഇതുപോലെ നിയോഗത്തെ ചുമക്കുന്ന തിഹിക്കോസുമാരെ
ഒരു വാചകോടെ പറഞ്ഞു ദൂതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. സത്യത്തിൽ ഈ കൊലോസിയ പട്ടണത്തിന് വേണ്ടി 4 അധ്യായങ്ങളിലായിട്ടുള്ള ഈ വെളിപ്പാട് ഇതൊരു ടീം വർക്കാ. പൗലോസ് വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്, ഈ വചനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പൗലോസിന് എനർജി കൊടുത്ത എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. എപ്പഫ്രാസിന്റെ പ്രയർ സപ്പോർട്ടും പൗലോസിന്റെ അകത്ത് ദൈവം തുറന്നു കൊടുത്ത വചനത്തിന്റെ പ്രകാശനവും കൊണ്ട് ദൈവം എഴുതിയ ഈ ലേഖനത്തെ അത് പുസ്തകച്ചുരുളൊന്നും നിവർത്തിപ്പോലും നോക്കാതെ വിശ്വസ്തയോടെ കൊലോസിയ പട്ടണത്തിൽ കൊണ്ടു കൊടുത്തൊരു തിഹിക്കോസ് ഉണ്ട്. ഓരോരുത്തരുടെ ശുശ്രൂഷ വ്യത്യസ്തമാ. എപ്പഫ്രാസേ, അങ്ങ് കാലഘട്ടത്തിന്റെ പ്രാർത്ഥനാ മനുഷ്യനാ. പൗലോസേ, അങ്ങ് സഭയുടെ അപ്പോസ്തലനും ഇടയനുമാ. തിഹിക്കോസേ, ഈ ഒരു ഘട്ടത്തിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നിയോഗം അഭിഷക്തന്മാർ ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ അവിടെ എത്തിക്കണം. കർത്താവ് ഒന്നിനും കടം പറയുന്നവനല്ല. ഇതിനകത്ത് കസേര പെറുക്കിയിട്ടവരുണ്ട്. ഇന്ന് ഇങ്ങനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശുശ്രൂഷ ഇത്ര ഭംഗിയായി ദൃശ്യാവിഷ്കാരത്തോടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മണിക്കൂറുകൾ അധ്വാനിച്ചവർ ഒരുപക്ഷെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ആത്മാവിൽ കൈമാറുകയാ, ഇതിന് കടം പറയുന്നവനല്ല ദൈവം. എൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ ഞാൻ അതിനും പ്രതിഫലം നൽകാതിരിക്കുമോ എന്ന് കർത്താവിന്റെ വചനമാകയാൽ നീ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തതും പ്രവർത്തിച്ചതും ഓർത്തോർത്ത് അനുഗ്രഹം തരുന്നൊരു ദൈവത്തിന്റെ മഹത്വം ഉണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറയാൻ പറ്റുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം കൊടുത്തേ. ജീസസ് മൈറ്റി നെയിം. ഹല്ലേലൂയ. വെളിപ്പാട് എഴുതിയ പൗലോസ്, വചനം പ്രാപിച്ച പൗലോസ്, പ്രാർത്ഥനയിൽ കൈത്താങ്ങിയ എപ്പഫ്രാസ്, ഈ വചനം കൃത്യമായി പട്ടണത്തിൽ സഭയിലെത്തിച്ച തിഹിക്കോസ്, ഈ ഒരു ടീം വർക്കിനകത്ത്, ഒരു പട്ടണത്തിനകത്ത് ചലനം നടക്കുക. ആത്മാവിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. മാറി മാറി അഭിഷക്തന്മാർ വരും, വലിയ ചലനങ്ങൾ നടക്കും. പക്ഷെ പ്രാർത്ഥനയിൽ നിങ്ങളൊന്ന് കൈത്താങ്ങാൻ തയ്യാറാണോ? പട്ടണത്തെ ദൈവം കൈത്തരാൻ പോവാം. പട്ടണത്തിൽ എല്ലാ സഭയും പോലൊരു സഭയല്ല, പട്ടണം സഭയാകുന്ന ഒരു ആത്മമണ്ഡലം. ഐ റിപ്പീറ്റ്, പട്ടണത്തിൽ മറ്റിതര സഭ പോലൊരു സഭയല്ല, പട്ടണത്തെ സഭയാക്കുന്ന ഒരാത്മമണ്ഡലത്തെ ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടി കൈമാറാൻ പോകയാ. ആലയത്തിന്റെ പുൽപ്പിറ്റിനകത്ത് ഇറങ്ങുന്ന ദൈവത്തിന്റെ മഹത്വത്തെ ഇവിടുത്തെ തെരുവുകളിൽ ചലിപ്പിക്കാൻ ഞാനൊരു തലമുറയെ ഇതിനകത്ത് അഭിഷേകം ചെയ്യുമെന്ന്. നിങ്ങൾ കണ്ണുനീരോടെ നിരാശയോടെ കയറിയിറങ്ങിയ ദേശത്തു നിന്നും ആത്മാക്കളെ പെറുക്കിയെടുക്കാൻ പാകത്തിൽ ഞാൻ ഇവിടെ ഒരു ചലനം നടത്തുമെന്ന്. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരുക്കപ്പെടുന്ന ആത്മാവിന്റെ തീ കൊണ്ട് ഇതിനകത്ത് ഇറങ്ങുന്ന തീ ഒരു കാട്ടുതീ കത്തിപ്പടരുന്നത് പോലെ ദേശവ്യാപകമായി കത്തിപ്പടരുമെന്ന് പരിശുദ്ധാത്മാവ് കൈമാറിയാൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു. ഈ മിനിറ്റിൽ എന്തോ ഒരു ചലനം ഇതിനകത്ത് നടക്കുന്നു. നിന്റെ ശബ്ദമുയരട്ടെ, നിന്റെ ശബ്ദമുയരട്ടെ, നിന്റെ ശബ്ദമുയരട്ടെ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവ് ഭയങ്കര ചലനങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഇതിനകത്തൊരു ഡിവൈൻ യൂണിറ്റി, ഇതിനകത്തൊരു ആത്മാവിന്റെ ഐക്യത, ഇതിനകത്തൊരു ആത്മാവിന്റെ ഐക്യത. ഒരു പുത്തൻ അഭിഷേകത്തിന്റെ കൈമാറ്റം. പുഷ്ടി നിമിത്തം നുകം തകരുമെന്നുള്ള വചനം പോലെ the yoke shall be destroyed by anointing. നുകം തകർക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയെ, നുകം തകർക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ മീതെ കൈമാറട്ടെ. Rakama zala brahantarania ribana gadura vaidamana gasiartarani ribana shamdarartarani ribahatura maziandara. അങ്ങയുടെ അകത്ത് കത്തുന്ന പ്രാർത്ഥനയുടെ ഫയർ, പ്രാർത്ഥനയുടെ തീ പടരാമ്പുവ സാധാരണ ഇമ്പാർട്ടേഷൻ. ഉടമനഗസിയ, ഇത് കുമ്പഴയെ പിടിക്കൂ. ഇത് പത്തനംതിട്ടയെ പിടിക്കും, ഇത് കോന്നിയെ പിടിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഇത് അടുത്ത സിറ്റിയെ പിടിക്കൂ. നിങ്ങൾക്ക് എത്താൻ പറ്റാത്തടത്ത് ഈ അഭിഷേകത്തിന്റെ തീ ചലിക്കാൻ പോകുകയാ. നിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പ്ലാറ്റ്ഫോമിനകത്ത് ഈ ആത്മാവിന്റെ തീ ഇന്ന് ചലിക്കാൻ പോകുകയാ. നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു ശുശ്രൂഷയുടെ കാലഘട്ടത്തെ സ്വീകരിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു, സ്വീകരിക്കാൻ പറ്റുന്നവർ ആത്മമണ്ഡലത്തിൽ പ്രതികരിച്ചു. എന്തോ ഒരു പുതിയ സീസണിന്റെ ഒരു കാലഘട്ടത്തിന്റെ ദൈവപ്രവൃത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ഈ മിനിറ്റിൽ കൈമാറുകയാണ്. ജർമ്മൻ ഭാഷ,
നിന്റെ നാവിലേക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ വിസ്ഡം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പകരുന്നു. സ്വീകരിച്ചു. റാബഹതി ലിബ്രഹസിമഹന്തറാനിയ അർബശംധരാന ഗത്തരാനസിയാന്തര അബാനി ധാരബസിയാന്തരെ. കോരിന്ത സഭയ്ക്ക് പ്രിസ്കില്ല ഒരു അനുഗ്രഹമായതുപോലെ പ്രാർത്ഥന കൊണ്ട് സഭയെ ചലിപ്പിക്കാൻ കൂടാരപ്പണി ചെയ്തുകൊണ്ട് പട്ടണത്തിൽ നിന്ന് പ്രിസ്കില്ലയെ യൂസ്ബേലെ ബ്രോഹോസിയാനാശ എന്തോ ഒരു ഭയങ്കര തീയുടെ അഭിഷേകം. സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. റിബാന ശസിയാന്തര. ലോർഡ് ഐ റിലീസ്, ലോർഡ് ഐ റിലീസ് അബ്രഹതിയ. പ്രാർത്ഥനയുടെ അടുത്ത ഡയമെൻഷൻ ഓപ്പൺ ആകട്ടെ. പ്രാർത്ഥനയുടെ അടുത്ത ആത്മമണ്ഡലം ഓപ്പൺ ആകട്ടെ. ഇതുവരെ ആരും തൊടാത്ത, ഇതുവരെ ആരും പിടിക്കാത്ത, രാജ്യത്തെ ഇളക്കി മറിക്കുന്ന, രാജ്യത്തിന്റെ 28 സംസ്ഥാനങ്ങൾ, സകല യൂണിയൻ ടെറിട്ടറികളും കർത്താവിന്റെ മഹത്വത്തിലേക്ക് ചലിക്കപ്പെടുന്ന. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് ഞങ്ങളുടെ സർവ്വസമ്പത്തിനും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് എസ്ര അഹവ ആറ്റിന്റെ അരികിൽ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയതുപോലെ ബാബിലോണിന്റെ അടിമമുഖത്തെ പൊളിക്കുന്ന പ്രാർത്ഥനാ വീരനായ എസ്രയെ പോലെ ചിലരെ ഇന്ന് പകൽ ഇതിനകത്ത് അഭിഷേകം ചെയ്തു വേർതിരിക്കട്ടെ. ഞാനിങ്ങനെ പറയാറുണ്ട്, മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പവർഫുള്ളാ പിതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ഇതൊരു ടീം വർക്കാ. എപ്പഫ്രാസ് പ്രയറിൽ സപ്പോർട്ട് ചെയ്യുന്നു ഒരു സഭയ്ക്ക് വേണ്ടി. പൗലോസ് വചനം എഴുതുന്നു അതേ സഭയ്ക്ക് വേണ്ടി. തിഹിക്കോസ് ഈ പുസ്തകച്ചുരുൾ കൈ കിട്ടിയാൽ വിശ്രമമില്ലാതെ ഇവൻ ഓടുക. ഉണ്ടോ? തുറന്ന സ്വർഗത്തിൽ നിന്നും അപ്പോസ്തലൻ പ്രാപിച്ച വെളിപ്പാട് കൈ കിട്ടിയപ്പോ ഈ ചെറുപ്പക്കാരന് ബോധ്യമുണ്ട്, ഇതാ സഭയിലെത്തിയാലേ പട്ടണം ചലിക്കത്തുള്ളൂ. കയ്യിലിരിക്കുന്നത് തീ കഷ്ണമാണെന്നുള്ള ബോധ്യത്തോടെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ദൈവശക്തിയോടെ ഈ പുസ്തകച്ചുരുളും കൈ പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഓടുക. കർത്താവ് പറയുന്നു, ഇന്ന് കൂടെ നിൽക്കാൻ ഒരുത്തരുമില്ല. പക്ഷേ അഭിഷക്തനെ അങ്ങ് പ്രാപിക്കുന്ന വെളിപ്പാടിന് വേണ്ടി, അങ്ങ് പ്രാപിക്കുന്ന നിയോഗത്തിന് വേണ്ടി നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വെളിപ്പാടും നിയോഗവുമുള്ള തിഹിക്കോസുമാരെ ഞാൻ രംഗത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. ആരാ എപ്പഫ്രാസ്? എപ്പഫ്രാസിനെ പറ്റി ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ് ലേഖനം 1-ാം അധ്യായം എടുത്തേ 6, 7, 8 വാക്യം ഒന്ന് നിർത്തി വായിച്ചേ. കൊലോസ്യരോട് പറയുകയാ, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട്. അപ്പൊ എപ്പഫ്രാസ് അവരെ വചനം പഠിപ്പിച്ചയാളാ. അടുത്ത വാക്യം. അപ്പൊ എപ്പഫ്രാസ് അവരുടെ ശുശ്രൂഷകനായിരുന്നു. ഉണ്ടോ? കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് തീരുന്നതിന് മുമ്പേ പൗലോസ് അത് രേഖപ്പെടുത്തി. 1 വചനം പഠിപ്പിച്ചവൻ, 2 ശുശ്രൂഷിച്ചയാള്. അന്ന് കൊലോസ്യ സഭയെ തിരുവെഴുത്ത് പഠിപ്പിച്ച് ഈ ടീച്ചിങ് അല്ല ശുശ്രൂഷ. ടീച്ചിങ് ശാന്തമായി വചനം അവരുടെ അകത്ത് കൊടുക്കുക. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കൊടുത്ത വചനം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്നതാണ്. ഇന്ന് ശാന്തമായിട്ട് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരർത്ഥത്തിൽ കുറേ സമയം ഞാൻ വചനം പഠിപ്പിക്കുക. പക്ഷേ ഈ കേട്ട വചനം നിങ്ങളുടെ അകത്ത് വർക്ക് ചെയ്യുന്നൊരു തലമുണ്ടല്ലോ, അതിനെ ഞാൻ ശുശ്രൂഷ എന്ന് പറയുന്നത്. എപ്പഫ്രാസ് ഈ 2 ഡയമെൻഷനിലും തലത്തിലും പ്രയോജനപ്പെട്ടയാളാ. ടീച്ചറാണോ? അതെ. പ്രീച്ചറാണോ? അതെ. അപ്പോൾ തന്നെ മിനിസ്റ്ററാ. ദൈവവചനം പഠിപ്പിക്കുകയും ദൈവവചനം കൊണ്ട് ശുശ്രൂഷിക്കുകയും ചെയ്തയാളായിരുന്നു എപ്പഫ്രാസ്. അന്ന് സഭയിലുണ്ട്, പട്ടണത്തിലുണ്ട്. പക്ഷെ ഇന്ന് സഭയിലില്ല. ഇന്ന് കിലോമീറ്ററുകൾക്കപ്പുറം റോമൻ ജയിലിനകത്താ. കൊലോസ്യ സഭയ്ക്കകത്ത് തന്നെ എപ്പഫ്രാസിന്റെ 2 പൊസിഷൻ. എനിക്ക് ഈ മനുഷ്യനെ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ദൈവം ഈ മനുഷ്യനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചർച്ചിനകത്താ. ചർച്ചിനകത്ത് നിന്നപ്പോൾ വചനം പഠിപ്പിക്കുകയും വചനം കൊണ്ട് ശുശ്രൂഷിക്കുകയും ചെയ്തു.
1:7-8 ചർച്ചിനകത്തുണ്ട്. പക്ഷെ 4:12 വരുമ്പോൾ എപ്പഫ്രാസിന്റെ പൊസിഷൻ അവിടെയല്ല, ജയിലിനകത്താണ്. ഓ ഹല്ലേലൂയ. ചർച്ചിനകത്തായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ എരിവും അതേ നിയോഗവും ചർച്ചിന് പുറത്ത് ജയിലിനകത്ത് എപ്പഫ്രാസിന്റെ അകത്തുണ്ട്. ഞാൻ സഭയെ പ്രബോധിപ്പിക്കുന്നു, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ചർച്ചിനകത്ത് വെളിപ്പെടുന്ന അതേ എരിവും അതേ തീയും ചർച്ചിന് പുറത്തും ഉണ്ടാകണം. ഏറ്റെടുക്കാൻ പറ്റുന്നവർ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. വെളിപ്പാടുള്ളവൻ അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും ഒരുപോലെ പ്രയോജനപ്പെടും. അഭിഷേകമുള്ളവൻ അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും ഒരുപോലെ പ്രയോജനപ്പെടും. എപ്പഫ്രാസ് എന്ന പ്രാർത്ഥനാ മനുഷ്യൻ 1-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യത്തിനകത്ത് വചനത്തിനെ പഠിപ്പിക്കുന്നയാളും വചന ശുശ്രൂഷകനായിട്ടും എപ്പഫ്രാസിനെ കാണുമ്പോൾ 4:12 പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വ്യഗ്രത കണ്ടോ? വചനം പഠിപ്പിച്ച് വചനം കൊണ്ട് അവരെ ശുശ്രൂഷിച്ച മനുഷ്യൻ കാരാഗ്രഹത്തിനകത്ത് ഇവരുടെ വിഷയത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ലോർഡ്, ഞാൻ അവരെ പഠിപ്പിച്ച വചനം സംബന്ധിച്ച് അവർ തികവുള്ളവരാകണം. സഭയ്ക്ക് ബിൽഡിംഗ് കിട്ടാനല്ല എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത്, അടുത്ത ലാൻഡിന്റെ രജിസ്ട്രേഷന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. അത് ദൈവം തരും, 100% തരും, ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായി തരും. പുതിയ ടെക്നോളജികൾ, പുതിയ സംവിധാനങ്ങൾ കിട്ടാൻ വേണ്ടി അല്ല എപ്പഫ്രാസിന്റെ പ്രാർത്ഥന. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന തികച്ചു ആത്മതലങ്ങളെ തൊടുന്നതാ. പൗലോസ് പറയുന്നു, നിങ്ങളിൽ ഒരുത്തനായി എന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അർത്ഥം, അവൻ എന്നോടുകൂടെ റോമൻ ജയിലിലുണ്ട്. അടുത്ത വാക്ക്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവും ഉള്ളവരായി തീരേണ്ടതിനായി അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. കിലോമീറ്ററുകൾക്കപ്പുറം താൻ വചനം പഠിപ്പിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ബലപ്പെട്ടു വന്ന ദൈവസഭയ്ക്ക് വേണ്ടി കാരാഗ്രഹത്തിനകത്തൊരു ദൈവമനുഷ്യൻ അന്ന് അവിടെ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം മെച്ചപ്പെടണം? ഇന്ന് ദൈവസന്നിധി തീരുമാനമെടുത്തു, നമ്മുടെ വിഷയത്തിന്റെ പ്രയോറിറ്റി മാറ്റി, നമ്മുടെ വിഷയത്തിന്റെ മുൻഗണനയും പരിഗണനയും മാറ്റി വെച്ചുകൊണ്ട് ദൈവം തന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, ദൈവം തന്ന പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, ദൈവമാക്കി വെച്ച സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നിങ്ങൾ അങ്ങനെ പൊരുതി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ദേശത്തെ പിടിക്കാൻ പോവുക. എന്നോട് ദൈവാത്മാവ് ആത്മനിയോഗത്തോടെ കൈമാറുകയാ, തികവുള്ളൊരു തലമുറയെ പുറത്തെടുക്കാൻ, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ള ഒരു തലമുറയെ പുറത്തെടുക്കേണ്ടതിനായി അസാധാരണമാകുന്ന ഒരു അഭിഷേകത്തെ, ഒരു പ്രാർത്ഥനയുടെ നിയോഗത്തെ കർത്താവ് ഇതിനകത്ത് കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടായ്മയ്ക്കകത്ത് പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് വചനമാണ്. നിങ്ങൾ വചനം വായിക്കുമ്പോഴും നിങ്ങൾ വചനം കേൾക്കുമ്പോഴും ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. 66 പുസ്തകങ്ങളിൽ 2 നിയമങ്ങളാൽ സമ്പുഷ്ടമായി ദൈവം തന്ന ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഈ വചന പ്രഘോഷണത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥന എന്നുള്ളത് നാം ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഒന്നാമത്തെ ഘടകം വചനമാണ്, അത് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഘടകം പ്രാർത്ഥനയാണ്, നാം ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാ. മൂന്നാമത്തെ ഘടകം ആരാധനയാ. ദൈവത്തിന്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒന്നാകുന്നത് ആരാധന. ഒരിക്കൽ കൂടെ, വചനം ദൈവത്തിന്റെ ഹൃദയം നമ്മോട് സംസാരിക്കുന്നതാണെങ്കിൽ, പ്രാർത്ഥന നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കുന്നതാണെങ്കിൽ, ആരാധന ദൈവത്തിന്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ ഒന്നാകുന്നതാണ്. ബൈബിൾ പഠിക്കുമ്പോൾ പല നിലയിലെ പ്രാർത്ഥനകളുണ്ട്. പണ്ട് ഷീലോവിലെ സമാഗമന കൂടാരത്തിനകത്ത് ഹന്ന എന്ന് പറയുന്നൊരു സഹോദരിയുടെ പ്രാർത്ഥനയുണ്ട്. രാമയിൽ നിന്നും അവൾ പുറപ്പെട്ട് സമാഗമന കൂടാരത്തിനകത്ത് വന്നിരുന്ന് വാവിട്ട് കരയുക. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നാവ് ചലിക്കുന്നില്ല. സീനിയർ ശുശ്രൂഷകൻ ഏലി പുരോഹിതൻ ഹന്നയോട് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എത്രത്തോളം വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കും? എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? ഇന്നെൻ്റെ ഭാഷയെ പറഞ്ഞാൽ നീ ലഹരി പിടിച്ചിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരാളോട് അവർക്ക് വേണ്ടി പ്രയറി സപ്പോർട്ട് ചെയ്യേണ്ട ആൾ തിരിച്ചു ചോദിക്കുക, നീ വീഞ്ഞു കുടിച്ചിരിക്കുകയാണോ, മദ്യപിച്ചിട്ടിരിക്കുകയാണോ എന്ന അർത്ഥത്തിൽ. അപ്പം ഹന്ന അവിടെ പറയുന്നൊരു മറുപടി ഉണ്ട്, യജമാനനെ ഞാൻ വീഞ്ഞു കുടിച്ചിട്ടുമില്ല ലഹരി പിടിച്ചിട്ടുമില്ല, ഞാൻ എൻ്റെ ഹൃദയം യഹോവയ്ക്ക് പകരുക. ഹന്ന ഏലീനെ വിളിക്കുന്നൊരു വിളിയുണ്ട്, യജമാനനെ അഡോണായി. കണ്ടോ, നമ്മുടെ ദൈവത്തിൻ്റെ നാമമാ. നിന്ദിക്കുന്ന വാക്കിന്റെ മുമ്പിലും അപമാനിക്കുന്ന വാക്കിന്റെ മുമ്പിലുമൊക്കെ അവള് മനോഭാവം നോക്കണം. ഹന്നയുടെ പ്രാർത്ഥിക്കുന്ന ആളുടെ മനോഭാവം ദൈവസന്നിധിയിൽ
വളരെ പ്രസക്തമായതാ. നിരുത്സാഹപ്പെടുത്തുന്ന വാക്കിന്റെ മുമ്പിലും യജമാനനെ ഞാൻ വീഞ്ഞു കുടിച്ചിരിക്കുകയല്ല, ലഹരി പിടിക്കുകയല്ല, ഞാൻ എൻ്റെ ഹാർട്ട് ദൈവത്തിന് കൊടുക്കുക. സത്യത്തിൽ ഹന്നയുടെ സങ്കടം വാക്കുകൊണ്ടോ വാചകം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കറിയാവോ, സങ്കടം ഒരു പരിധി വിട്ട ആരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഹന്ന പറയും, എൻ്റെ സങ്കടം വാക്കിനും വാചകങ്ങൾക്കും ആശയങ്ങൾക്കും അപ്പുറമാണ്. ഇത് എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നതല്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഹൃദയ യഹോവയ്ക്ക് പകരാൻ പറ്റും. ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത സങ്കടം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, വീടിൻ്റെ 4 ചുവരിനകത്ത് നിങ്ങൾ റിജക്റ്റഡ് ആണെങ്കിൽ, മറ്റാരും അനുഭവിക്കാത്ത വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയം തൊട്ട് കൈമാറുകയാ. ഇന്ന് നീ പ്രാർത്ഥിക്ക്, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ ലിസ്റ്റല്ല. 2 കാര്യം. ചർച്ച് ഡെവലപ്പ് ആകണം. ചർച്ചിനകത്ത് ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാകണം. തികവുള്ളവരാകണം. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. സത്യത്തിൽ കൊലോസ്യ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു വിഷയമുണ്ട്. ദുരുപദേശത്തിൻ്റെ പല വകഭേദങ്ങളും അതിനകത്ത് വന്ന് കയറി. പല നിലകളിലുള്ള ടീച്ചിങ് അതിനകത്ത് വന്ന് കയറിയപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട് 2-ാം അധ്യായത്തിൽ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. പൗലോസ് മറ്റൊരാശയത്തിൽ പറയുന്നുണ്ട്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരാ. യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഇവർ പൂർണ്ണരല്ല, ഇവർ അയോഗ്യരാ, ഇവർ അപൂർണരാ, കുറവുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് റോങ് ടീച്ചിങ്ങിലേക്ക് ഇവരെ നയിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് തൻ്റെ വെളിപ്പാടിനകത്ത് നിയോഗത്തോടെ പറയുക, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാ. ഹല്ലേലൂയ. സഭ ഒറ്റയ്ക്ക് നിന്നാൽ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ സഭയുടെ നാഥൻ, സഭയുടെ തലയാകുന്ന ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ അവര് പൂർണ്ണതയുള്ള തലമുറയാ. ലോകം നിന്റെ കുറവ് കണ്ട് നിന്നെ മാറ്റി നിർത്തുമ്പോൾ, സമൂഹം നിന്റെ കുറവ് പറഞ്ഞ് നിന്നെ അകറ്റി നിർത്തുമ്പോൾ, ദൈവത്തിന് നിന്നെ നോക്കിക്കൊണ്ട് പരസ്യമായി വിളംബരം ചെയ്യാനൊരു സന്ദേശമുണ്ട്. ക്രിസ്തുവിൽ നീ പരിപൂർണയാ, ക്രിസ്തുവിൽ നീ പെർഫെക്റ്റാ. നിന്റെ സകല അപൂർണതകളെയും മാറ്റിക്കളയാൻ കഴിയുന്ന ഒരു ദൈവശക്തി തിരുവചനത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ആത്മാവിൽ ആ ദൂതനെ ഏറ്റെടുക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. സ്തോത്രം. ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാറ്റി ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഭയങ്കര കാര്യം ചെയ്യും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് 430 കൊല്ലത്തെ അടിമതകം പൊട്ടിച്ച് തകർത്ത് വാഗ്ദത്ത ദേശത്തിലേക്ക് വരുന്ന വഴി സീൻ മരുഭൂമിയിൽ നിന്ന് ഇവർ രഫീദീമിലേക്ക് വരിക. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ആ പ്രമേയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സീൻ മരുഭൂമിയിൽ നിന്നും 17-1 ഇങ്ങനെ, അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ സീൻ മരുഭൂമി വിട്ട് റഫീദീമിലെത്തി. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല, സമയം പരിമിതി കുറവാണല്ലോ. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്, ശ്രദ്ധിക്കണേ. എന്നെ നോക്കിക്കേ. സീൻ വിട്ട് റഫീദീമിലെത്തി. അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആദ്യം ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. പ്രതീക്ഷിക്കാത്ത പ്ലാറ്റ്ഫോമിനകത്ത് അവർക്ക് കരുതൽ കിട്ടിയപ്പോൾ അമാലേക്കർ അവരോട് യുദ്ധം ചെയ്യാൻ വന്നു. ദൈവം മോശയ്ക്ക് നിയോഗം കൊടുക്കുക, യോശുവേനെ യോദ്ധാക്കളുമായി താഴ്വരയിലേക്ക് യുദ്ധം ചെയ്യാൻ വിട്, നീ മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറി വടിയുമായി. മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുക. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അഭിഷക്തന്റെ കൈ പ്രാർത്ഥനയുടെ കൈയാണ്. ഒരു അഭിഷക്തന്റെ കര ഉയർന്നിരിപ്പുണ്ടോ ജനത്തിന് തോൽവി ഉണ്ടാകത്തില്ല. ഞാൻ ആത്മമണ്ഡലത്തിൽ തിരുവചന അടിസ്ഥാനത്തിൽ കൈമാറുകയാ. സ്തോത്രം. ദൈവസഭ കുമ്പഴ സഭയുടെ കവറിങ്ങിൽ നിൽക്കുന്ന ഒരു വിശ്വാസ കുടുംബത്തിനും പരാജയം ഉണ്ടാകത്തില്ല. എന്താ പാസ്റ്ററെ പറയാൻ കാരണം? പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ഒരു കൈയുണ്ട്. ആ ദൈവമനുഷ്യൻ എൻ്റെ കൂടെ ഈ പുൾപിറ്റിലുള്ളത് കൊണ്ട് മാൻ ഓഫ് ഗോഡിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൈമാറുകയാ. നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന കൈ. സഹോദര സഹോദരി, നീ പഠിക്കുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ഒരു കൈ. ദൈവസഭയുടെ മീതെ ദൈവം അനുവദിച്ച കർത്തൃത്വം ഉയർന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കത്തില്ല, നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. സീൻ മരുഭൂമി. സീൻ എന്ന വാക്കിന്റെ അർത്ഥം കുഴഞ്ഞ മണ്ണ്, ക്ലേ എന്ന കുഴഞ്ഞ മണ്ണ്, ഉറപ്പില്ലാത്ത പ്രതലമാ.
രഫീദീം എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റിംഗ് പ്ലേസ് എന്ന വിശ്രമ സ്ഥലം. ഉറപ്പില്ലാത്ത പ്രതലത്തിൽ നിന്ന ജനത്തെ ആ സീൻ മരുഭൂമിയിൽ നിന്നും ദൈവം രഫീദീമിൽ ഉറപ്പുള്ള ഒരു വിശ്രമ സ്ഥലത്ത് കൊണ്ടുവന്നു. ഇതുവരെ കാണാത്ത കരുതൽ അവർ കണ്ടു. അമാലിയേക്കർ അവരോട് യുദ്ധത്തിന് വരിക. ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം പറയാം, അത് ചിലർക്കുള്ള ദൂത. ഈ അമാലിയേക്കർ യുദ്ധത്തിന് വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മറ്റേത് യുദ്ധത്തെക്കാളും വേദന ഉണ്ടാവും. കാരണം ഇസ്രായേൽ മക്കൾ യാക്കോബിൻ്റെ പിൻഗാമികളാണ്. യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി ആ 12 ഗോത്രത്തിൽ നിന്ന് പുറത്തു വന്ന ജനമാണ് ഇസ്രായേൽ മക്കൾ. പക്ഷെ അമാലേക്ക് എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ പിൻഗാമികളാണ്. ഇത് രണ്ടും സഹോദരപുത്രന്മാരാ. 430 കൊല്ലത്തെ അടിമുഖത്തെ പൊട്ടിച്ച് ചെങ്കടല് പിളർന്ന് ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ സത്യത്തിൽ ഇവരുടെ പിതൃ സഹോദരൻ്റെ പുത്രന്മാർ ഇവരെ വെൽക്കം ചെയ്യേണ്ടവരാ, സ്വാഗതം ചെയ്യേണ്ടവരാ. സ്തോത്രം. സ്വാഗതം ചെയ്യേണ്ട അമാലേക്കിൻ്റെ മക്കൾ അമാലിയേക്കർ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുക. അപ്പൊ ഇവരുടെ സങ്കടം എന്നാണെന്നറിയാമോ? യുദ്ധം പുറത്തല്ല, യുദ്ധം അകത്താ. സഹോദരന്റെ മക്കൾ മറ്റൊരു സഹോദരന്റെ മക്കളോട് യുദ്ധം ചെയ്യുകയാ. അമാലിയക്കരുടെ യുദ്ധത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അന്ന് അവിടെ തെളിയിച്ചു കാണിച്ചു, നീ പരാജയപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ബന്ധങ്ങളുടെ അകത്ത് യുദ്ധം നേരിടുന്ന, സഹോദര കുടുംബങ്ങളുടെ അകത്ത്, റിലേഷൻഷിപ്പിനകത്ത് പ്രതിസന്ധി നേരിടുന്ന ആരോടോ പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് സംസാരിക്കുകയാ. നിന്റെ വിഷയത്തെ തൊടാൻ, നിന്നെ ജയകരമായി ഒരു ശുഭഭാവി നൽകേണ്ടതിനായി ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നിവിടെ വ്യാപരിക്കാൻ പോകുകയാ. നീ വാളുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട, നീ പ്രാർത്ഥനയിൽ പോരാടിയാ മതി. മോശ പ്രാർത്ഥിക്കാൻ കയറിയതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്നെ വെല്ലുവിളിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നീ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മിനിറ്റിൽ കൈമാറുകയാ. വിശ്വസിക്കുന്നവർ അതരം ചലിപ്പിച്ച് കർത്താവിന് ആരാധന കൊടുത്തേ. ബന്ധങ്ങളുടെ അകത്ത് നേരിടുന്ന യുദ്ധങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ശക്തി അത്ഭുതകരമായി ഇറങ്ങി വന്ന് ദൈവമക്കളുടെ ശിരസ് ഉയർത്താൻ. നീ പ്രാർത്ഥിക്കുന്നയാളല്ലേ, നീ ആരാധിക്കുന്നയാളല്ലേ, നീ തുള്ളിച്ചാടുന്നയാളല്ലേ, നീ വെള്ളത്തിൽ മുങ്ങിക്കേറിയ ആളല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ആളുകളെ പോലും അതേ സ്നാനക്കടവിലേക്ക് കൈക്ക് പിടിച്ചിറക്കേണ്ടതിനായി രൂപവും രൂപക്കൂടിന്റെ ഒക്കെ സ്വാധീനത്തെ പൊട്ടിച്ച് പൊളിച്ച് സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പാകത്തിൽ അങ്ങനെ ഒരു തലമുറയെ പുറത്തെടുക്കാനുള്ള അതിശക്തമേറിയ അഭിഷേകത്തിന്റെ ആത്മപകർച്ചയെ ഇന്ന് പകൽ ദൈവസഭയുടെ ഈ പുൽപ്പിറ്റിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറിയാൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതനെ റിസീവ് ചെയ്തോ. നിങ്ങളുടെ വീടിനകത്ത് ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒരു സ്പിരിറ്റിനെ രണ്ട് ഗ്രൂപ്പ് യുദ്ധം ചെയ്യുക പാളയത്തിനകത്ത്. ഒന്ന് യാക്കോബിന്റെ തലമുറ, 2 ഏശാവിന്റെ തലമുറ. ഒന്ന് ഇസ്രായേൽ മക്കൾ, 2 അമാലിയക്കർ. ഉണ്ടോ? പുറത്തെ യുദ്ധത്തെക്കാൾ ഭയാനകമാകത്ത യുദ്ധം. അതിരിന്റെ പുറത്തുള്ള യുദ്ധത്തിനേക്കാൾ ഭയാനകമാ അതിരിനകത്തുള്ള യുദ്ധം. ചർച്ചിന് പുറത്തുള്ള യുദ്ധത്തെക്കാൾ ഭയാനകമാ ചർച്ചിനകത്തുള്ള യുദ്ധം. ആരൊക്കെയോ ഈ ദൂതിനോട് പ്രതികരിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്റെ കണ്ണ് നനയുന്നുണ്ട്, നീ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ പകരക്കാരനായി നിന്നുകൊണ്ട് യഹോവയുടെ അഭിഷക്തനായി ഞാൻ കൈമാറുകയാ. കുഞ്ഞെ, ഇനി നിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കത്തില്ല. കുടുംബജീവിതത്തിനകത്ത് നീ സ്ട്രഗിൾ ചെയ്യുകയാ. നിന്നെ ചേർത്ത് നിർത്തേണ്ടവർ നിന്നെ അകറ്റി നിർത്തുക, നിന്നെ കരുതേണ്ടവർ നിന്നെ തള്ളിക്കളയുകയാ. പക്ഷെ യേശുവപ്പയ്ക്ക് നിന്നോട് പറയാനൊരു ദൂതുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടില്ല. ചുറ്റും എല്ലാവരും ഉള്ളപ്പോഴും നീ അനുഭവിക്കുന്ന ഒരു അനാഥത്വമില്ലേ, ആ അനാഥത്വത്തിന്റെ മുഖത്തെ പൊട്ടിക്കുന്ന ഒരു ദൈവശക്തിയെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. യുദ്ധം പുറത്തല്ല, യുദ്ധം അകത്താ. ഇസ്രായേൽ ജനത്തോട് അമാലിയക്കര് യുദ്ധം ചെയ്യുമ്പോൾ ജോഷുവനെ അടുത്ത് വിളിച്ചിട്ട് മോശ പറഞ്ഞു, നീ യോദ്ധാക്കളുമായി താഴ്വരെ പോയി യുദ്ധം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കാൻ മലയിൽ കയറുക. പ്രയർ മൗണ്ടിൽ ആ വടിയുമായി മോശ കയറി. മോശ ഒറ്റയ്ക്കല്ല, അഹരോനുമുണ്ട്, ഹൂരുമുണ്ട്. മോശ വടി ഉയർത്തിപ്പിടിച്ചു. മോശയുടെ കാര്യം പർവ്വതത്തിൽ ഉയരുമ്പോൾ താഴ്വരയിൽ ജയം വ്യാപരിക്കും. പർവ്വതം പ്രാർത്ഥനയുടെ പർവ്വതമാ, താഴ്വര യുദ്ധത്തിൻ്റെ താഴ്വരയാ. അപ്പം യുദ്ധത്തിൻ്റെ താഴ്വരയിൽ ജയം വേണമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ കര ഉയരണം. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. നിങ്ങൾ നേരിടുന്ന ആത്മീക ഭൗതിക യുദ്ധങ്ങളുടെ താഴ്വരയിൽ നിങ്ങൾക്ക് ജയം വേണമോ? ആത്മാവിന്ന് സംസാരിക്കുകയാ, പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിങ്ങളുടെ കരം ഉയരണം.
നീ പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിന്റെ കൈ ഉയർത്തിയാൽ നിന്റെ ഒരു താഴ്വരയ്ക്കകത്ത് പോലും നിനക്ക് പരാജയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ പൗലോസ് വെളിപ്പാടിൽ കൊരിന്ത്യരോട് പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലോ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. പൈശാചിക കോട്ടകളെ തകർക്കുന്ന ദൈവശക്തിയുടെ അഭിഷേകത്തിന്റെ ആത്മ പകർച്ച ആരാധിക്കുന്നവരുടെ ശരീരത്തിന് വഹിക്കാൻ പറ്റാത്ത ഒരു ദൈവമഹത്വമായിട്ട് ഇന്ന് ഇതിനകത്ത് കൈമാറുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചു. പ്രസംഗിക്കുന്ന പാസ്റ്ററിന്റെ കൈയല്ല നിന്റെ ശിരസിൽ വീഴുന്നത്, സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരം ചിലതിന്റെ ശിരസിന്റെ മേൽ വന്ന് പതിയുന്നു. നിന്റെ യുദ്ധത്തിനകത്ത് നിന്നെ ബലപ്പെടുത്താൻ, നിന്റെ ജീവിത ക്ലേശത്തിനകത്ത് നിനക്ക് കരുത്തു പകരാൻ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആത്മനിറവോടെ കർത്താവിന് ആരാധന കൊടുത്തു. ഭയങ്കരമാകുന്ന ഒരു വിടുതൽ കർത്താവ് ഇതിനകത്ത് കൽപ്പിച്ചാക്കാൻ പോകുകയാ. ബന്ധങ്ങളുടെ അകത്ത്, സ്വന്തങ്ങളുടെ അകത്ത്, വിശ്വാസ ജീവിതത്തിനകത്ത് വമ്പൻ പ്രതിസന്ധികൾ നേരിടുന്ന ചില ദൈവമക്കളുടെ ആത്മാവിന് ശക്തമായിട്ട് ഇടപെടുന്നു. നീ പരാജയപ്പെടത്തില്ല, നീ തകർക്കപ്പെടത്തില്ല. യുദ്ധത്തിന്റെ താഴ്വരയിൽ നിന്റെ കണ്ണ് നനയാതിരിക്കാൻ പ്രാർത്ഥനയുടെ പർവ്വതത്തിനകത്ത് നിന്റെ കരമുയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. താഴ്വരയിലെ യുദ്ധത്തിന് ജയം കൽപ്പിച്ചാക്കുന്നത് പർവ്വതത്തിലെ ഉയർന്ന കരമാ, പ്രാർത്ഥനയുടെ കയ്യാ. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു ഭാഗം, മോശയുടെ കൂടെ കയറിപ്പോകുന്ന യഹൂദ ഗോത്രത്തിലെ ഹൂരും ലേവി ഗോത്രത്തിലെ അഹരോനും. ഇവർ രണ്ടുപേരും രണ്ട് കല്ലെടുത്തു, ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തുമായിട്ട് ഇരിക്കുകയാ. മോശയുടെ കരത്തെ ഇങ്ങനെ താങ്ങിപ്പിടി, എന്നെ ശ്രദ്ധിക്കണേ, മോശയുടെ കരത്തെ ഇങ്ങനെ താങ്ങിപ്പിടിക്കുകയാ. സ്തോത്രം. ഒരുവൻ ഹൂര്, മറ്റവൻ അഹരോൻ. മോശയുടെ കരത്തെ താങ്ങിപ്പിടിക്കുകയാ. ദൈവത്തിന്റെ പദ്ധതി ഇതാ, മോശയുടെ കൈ ഉയരണം. മോശയുടെ കൈ ഉയർന്നാലേ താഴ്വരയിൽ ജയം നടക്കത്തുള്ളൂ. ഉയർന്നിരിക്കുന്ന കരം പ്രാർത്ഥനയുടെ കയ്യാ. ആ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഭാഗം നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? മോശയുടെ കൈക്ക് ഭാരം ഉണ്ടാകത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? താങ്ങിപ്പിടിക്കുന്ന ഹൂരുണ്ട്, അഹരോനുണ്ട്. ഹൂരിനോടും അഹരോനോടും എനിക്കൊരു ചോദ്യം, നിങ്ങളെ ആര് താങ്ങും? നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യും? അവരുടെ സാക്ഷ്യം, സപ്പോർട്ട് പ്രതീക്ഷിച്ചല്ല ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങളുടെ അഭിഷക്തന്റെ കണ്ണ് നനയാതിരിക്കാനാ. ഞങ്ങളെ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന, ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുന്ന, ഞങ്ങൾക്ക് പ്രമാണങ്ങളും ദൈവത്തിന്റെ അരുളപ്പാടുകളും കൈമാറി തരുന്ന ഞങ്ങളുടെ അഭിഷക്തൻ തകരാതിരിക്കാനാ ഞങ്ങളിത് ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ കരത്തെ താങ്ങിപ്പിടിക്കുന്ന അഹരോൻ ഇതിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ കയ്യെ താങ്ങിപ്പിടിക്കുന്ന ഹൂർ ഇതിനകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. പട്ടണത്തിനകത്ത് ദൈവസഭ നേരിടുന്ന ആത്മീക യുദ്ധത്തിനകത്ത് ശുഭകരമാകുന്ന ജയത്തെ ഇന്ന് ഈ പ്രാർത്ഥനയുടെ 1-ാം ദിവസത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കുകയാ. ബോധ്യമാകുന്നവർ കരം തട്ടി കർത്താവിന് ആരാധന കൊടുത്തു. ഉപവാസം തീരുമ്പോഴല്ല ജയം നടക്കുന്നത്, ഉപവാസത്തിന്റെ 1-ാം ദിവസം തന്നെ. ഞാൻ നിങ്ങളുടെ ആത്മാവിലൊരു കാര്യം പറയാം. മോശയുടെ കരം താങ്ങാൻ അഹരോനും ഹൂരും ഉണ്ടെങ്കിൽ ദൈവം അവരെ മാനിക്കും. സപ്പോർട്ട് ചെയ്യുന്നവരെ ദൈവം മറക്കത്തില്ല. ഈ യുദ്ധം ചെയ്യുന്ന യോശുവേനെ ജനത്തിനറിയാം, പ്രാർത്ഥിക്കുന്ന മോശേനെ ജനത്തിനറിയാം. പബ്ലിസിറ്റി ഉള്ള മിനിസ്ട്രിയാ. പക്ഷെ കൈ താങ്ങി പിടിക്കുന്ന അഹരോനും ഹൂരും, ഇവർക്ക് വലിയ പബ്ലിസിറ്റി കിട്ടത്തില്ല. പക്ഷേ ഇവരുടെ മിനിസ്ട്രിയെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഹൂരിന്റെ മകൻ, ഊരിയുടെ മകൻ ബസലേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. പുറപ്പാട് 35:33. യഹോവ ബസലേലിനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചു. അഭിഷക്തനെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുന്ന അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ, പിതാക്കന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ തിരുവെഴുത്ത് നിമിത്തം നിങ്ങളുടെ തലമുറകളുടെ മീതെ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ട് വരാൻ പോവാ. ഹൂരിന്റെ കൊച്ചുമകൻ യഹോവയുടെ ആലയം, സമാഗമന കൂടാരം, അതിന്റെ ഇന്റീരിയറെ രൂപകൽപ്പന ചെയ്യാനുള്ള ജ്ഞാനത്തോടെ പുറത്തു വരികയാ. അവന്റെ ചെറുമകൻ കതിരമരം മുറിച്ച് പെട്ടകം ഉണ്ടാക്കി അതിനെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് തങ്കം കൊണ്ട് കെരൂബുകളെ ഉണ്ടാക്കി യഹോവയുടെ ആലയത്തിനകത്തെ കാബോദിനെ വഹിക്കാൻ പറ്റുന്ന ആ കൃപാസനത്തെ വാർത്തുണ്ടാക്കാനുള്ള നിയോഗം ബസലേലിന്റെ മേൽ വെളിപ്പെട്ടു വന്നെങ്കിൽ, പ്രാർത്ഥനയെ കൈത്താങ്ങുന്ന മാതാപിതാക്കളെ മറക്കാതെ അവരുടെ ചെറുമക്കളുടെ മീതെ ഉയരത്തിലെ ജ്ഞാനം പകരുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഈ തുറന്ന സ്വർഗത്തിന്റെ കീഴെ കർത്താവ് കൈമാറുമെന്ന് തിരുവെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ, സ്വീകരിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് ആരാധന കൊടുത്തു. നിങ്ങളുടെ മക്കളുടെ മീതെ ദൈവത്തിന്റെ ജ്ഞാനം ഇറങ്ങി വരട്ടെ.
ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയെ ദൈവം റിവാർഡ് ചെയ്യും. ഇതെല്ലാം പ്രവചനമാണ് നിങ്ങൾക്കുള്ളേ. ഹൂരിൻ്റെ ചെറുമകൻ ടാബർനാക്കിൾ സമാഗമന കൂടാരത്തിൻ്റെ രൂപരേഖയുമായി പുറത്തു വരിക. അഹരോൻ്റെ അടുത്ത 7 തലമുറ, 7 കാലഘട്ടങ്ങളിൽ 7 ജനറേഷൻ പുരോഹിതന്മാരായി. അവൻ്റെ കാൽക്കീഴിലാണ് 12 ഗോത്രത്തിൻ്റെ നന്മ വരുന്നത്. ഇത് ദൈവം മറക്കുന്ന ഇടപാടല്ല. ദൈവം ഇതിന് പ്രതിഫലം തരും. കർത്താവിൻ്റെ രാജ്യത്തിന് ദൈവനാമം പ്രതി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇരട്ടിയായി പ്രതിഫലം തരുന്ന ദൈവം. പക്ഷെ ഇതിനകത്തൊരു ഡിവൈൻ പ്രിൻസിപ്പിൾ ഉണ്ട്. അഭിഷക്തന്റെ കരത്തെ സപ്പോർട്ട് ചെയ്യാനാണ് വിളി. നിങ്ങൾ ആ ഭാഗം ധ്യാനിച്ചിട്ടുണ്ടോ? മോശയുടെ കരത്തിൻ്റെ മീതെ അല്ല ഇവരുടെ കൈ ഇരിക്കുന്നത്. ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തന്ന അഭിഷക്തന്റെ കൈയുടെ താഴെ നിങ്ങളുടെ കൈ നിൽക്കട്ടെ. നിന്റെ അഭിഷക്തന്റെ കൈക്ക് മീതെ നിന്റെ കൈ ഉയരരുത്. ദൈവത്തിന്റെ പകരക്കാരനായി ഞാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് തന്ന അഭിഷക്തൻ ആരോ ആയിക്കോട്ടെ, ലോകരാജ്യങ്ങളിൽ ഏത് കോണിലിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടാൽ ഒരുപക്ഷെ നിന്റെ അഭിഷക്തന് നിന്നത്രയും പ്രായമില്ലായിരിക്കാം, നിങ്ങളത്രയും വാക്ചാതുരതയില്ലായിരിക്കാം, നിങ്ങളത്രയും വിദ്യാഭ്യാസമോ പണമോ ഇല്ലായിരിക്കാം. പക്ഷേ ദൈവം നിനക്ക് തന്ന നിന്റെ അഭിഷക്തന്റെ കൈക്ക് താഴെയേ നിന്റെ കൈ നിൽക്കാവുള്ളൂ. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാ. അങ്ങനെ അത് കീപ്പ് ചെയ്യുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇത് ഉറപ്പിക്കാൻ പത്രോസ് ലേഖനത്തിനകത്തൊരു വാക്കിങ്ങനെ പറയുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 5:6. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ, ദൈവത്തിന്റെ ബലമുള്ള 2 കൈ. ഞാൻ ഇങ്ങനെ പറയും, ദൈവം അനുവദിച്ച 2 കർത്തൃത്വമാ. 1 മാതാപിതാക്കളാ, സ്തോത്രം, ഭൗതിക മാതാപിതാക്കളാ. ആ കൈക്കീഴെ താണിരുന്നാൽ അവർക്കൊരു എഴുന്നേപ്പുണ്ട്. 2 ആത്മീക മാതാപിതാക്കളാ. ആ കൈക്കീഴെ താണിരുന്നാൽ അവർക്കൊരു എഴുന്നേപ്പുണ്ട്. സ്തോത്രം. കൂടെ നിൽക്കുന്ന ജനത്തിന്റെ കൈ മോശയുടെ കൈയുടെ താഴെ നിൽക്കണം. പുതുനിയമ സഭയ്ക്കകത്ത് സ്തോത്രം, കൂടെ നിൽക്കുന്ന ജനത്തിന്റെ മീതെ അഭിഷക്തന്റെ കൈ നിൽക്കണം. ദൂതിത അഭിഷക്തന്റെ കൈക്കീഴിൽ നീ താണിരുന്നാൽ അഭിഷക്തന്റെ കരത്തിന്റെ മീതെ നിങ്ങളുടെ കരമുയരുത്. ഞാൻ ഒന്നും കൂടെ വളരെ കൃത്യമായിട്ട് പറയാം. ഇത്രയും അനുഗ്രഹത്തിന്റെ ദൂത് പറഞ്ഞിട്ട് ഈ ഉപദേശം ഈ ദൂതിനകത്ത് കൈമാറിയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിത് നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. ആത്മാവിൽ ദൈവത്തിന്റെ അഭിഷക്തനായി ഞാൻ പ്രബോധിപ്പിക്കുകയാ, നിന്റെ അഭിഷക്തനെ നീ പഠിപ്പിക്കാൻ നിൽക്കരുത്. ദൈവം നൽകി തന്ന കർത്തൃത്വത്തിന്റെ കീഴെ താണിരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആയുസ് വർദ്ധിക്കും, നിന്റെ ആരോഗ്യം വർദ്ധിക്കും, നിന്റെ മരണക്കെട്ടിനെ പോലും പൊട്ടിക്കാൻ കഴിയുന്ന ദൈവശക്തി അതിനകത്ത് ശക്തമായിട്ട് വ്യാപരിക്കും. തന്റെ ഇടത്തോടെ സ്വീകരിക്കാൻ സമർപ്പണമുള്ളവരുണ്ടെങ്കിൽ പാസ്റ്ററെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തിന് മഹത്വം കൊടുത്ത് കരം തട്ടി ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഇന്ന് ചിലതിന്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവവചനം ക്രിയ ചെയ്യട്ടെ. ഉയർന്ന ചില കരങ്ങൾ യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. അപ്പൊ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ രഫീദീമിന്റെ ആ മലമുകളിൽ ഇരിക്കുന്ന ആ പിക്ചർ, മോശയുടെ കൈക്ക് താഴെയാ അഹരോന്റെ കൈ, മോശയുടെ കൈക്ക് താഴെയാ ഹൂരിന്റെ കൈ. അഹരോ മോശയുടെ ചേട്ടനാ, പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും സ്ഥാനം കൊണ്ടും ചേട്ടനാ. പക്ഷെ പ്രായം നോക്കാതെ, എക്സ്പീരിയൻസ് നോക്കാതെ കൊച്ചനുജന്റെ നിയോഗത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് നിൽക്കുക. കണ്ടോ തലം ചലിക്കുന്ന കണ്ടോ? ആ അഹരോന്റെ പേരിനകത്തൊരു മഹത്വം ചലിച്ചു. സ്തോത്രം. ഉണങ്ങിത്തുടങ്ങിയ 11 ബദാമിന്റെ വടികൾ ഉണങ്ങിത്തുടങ്ങിയപ്പോ അഹരോന്റെ പേരെഴുതപ്പെട്ട ലേവി ഗോത്രത്തിന്റെ വടി മുള പൊട്ടി കിളർത്ത് 12 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഗ്രോത്തും ഡെവലപ്മെന്റും 12 മണിക്കൂർ കൊണ്ട് കർത്താവ് കൽപ്പിച്ചാക്കിയെങ്കിൽ കീഴ്പ്പെട്ട് നിന്നാൽ, പ്രാർത്ഥനയ്ക്കകത്ത് നിയോഗത്തിനകത്ത് അനുസരണത്തോടെ കീഴ്പ്പെട്ട് നിന്നാൽ നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഉലക ചരിത്രത്തിൽ ആർക്കും ഇല്ലാത്തൊരു മഹത്വത്തിന്റെ എഴുന്നേൽപ്പിനെ ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി കൈമാറട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. അഭിഷക്തന്റെ മീതെ ഉയർന്നിരിക്കുന്ന കൈ അഭിഷക്തന്റെ താഴെ നിൽക്കട്ടെ. എന്തോ ഡിവൈൻ ഓർഡറിലാകുന്നു. ഞാൻ നിങ്ങളെ വെട്ടാനോ മുറിക്കാനോ വന്നതല്ല, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണെന്ന് പറയാനാണ് കർത്താവ് എന്നെ അയച്ചത്. യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ദൈവം അനുവദിച്ച ഡിവൈൻ ഓർഡറിൽ അങ്ങനെ വിശ്വസ്തയോടെ താണിരുന്നാൽ ദീർഘായുസ് തരും, ആരോഗ്യം തരും, ബലം തരും, ദൈവകൃപ തരും, ദൈവ മഹത്വവും കർത്താവ് തരും. നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കുക. അത് ബയോളജിക്കൽ മാതാപിതാക്കൾ മാത്രമല്ല, സ്പിരിച്വൽ മാതാപിതാക്കളുടെ കാര്യത്തിലും ആ ഓർഡർ ഉണ്ട്. ദൈവം അനുവദിച്ച കർത്തൃത്വത്തിനും അഭിഷക്തനും കീഴിൽ അനുസരണത്തോടെ നിന്നാൽ കർത്താവ് എഴുന്നേൽപ്പിക്കും. കരവ് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. രഫീദീമിൽ മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് വാക്കില്ല, വാചകങ്ങളില്ല. ആ വടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ആ ഉയർത്തപ്പെട്ട കരം പ്രാർത്ഥനയുടെ കയ്യാ. താഴ്വരയിൽ ജയം വ്യാപരിച്ചു. ആ ജയത്തിന്റെ ശബ്ദം മോശ കേട്ടു.
അഹ്റോനും ഹൂരും പെട്ടെന്ന് ചാടി ഇറങ്ങി താഴെ പോയേക്കാം, പക്ഷേ മോശയ്ക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല. മോശ എന്താ ചെയ്തെന്നറിയാമോ? അവിടെ ഒരു യാഗപീഠം പണിതു. ആ കല്ലുകൾ അടുക്കിക്കൂട്ടി ഒരു യാഗപീഠം പണിതിട്ട് മോശ ഇങ്ങനെ പറഞ്ഞു, യഹോവ എൻ്റെ ജയത്തിന്റെ കൊടി എന്ന അർത്ഥത്തിൽ ആ സ്ഥലത്തിന് യഹോവ നിസി എന്ന് പേരിട്ടു. യെസ്, പ്രാർത്ഥനയുടെ പർവ്വതങ്ങളിൽ പ്രാർത്ഥനയാൽ ഉയർത്തപ്പെടുന്ന കരത്തിന്റെ കൂടെ ജയത്തിന്റെ കൊടിയെ, യഹോവ നിസിയെ ഉയർത്താൻ കഴിയുന്ന ദൈവം ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ബോധ്യമാകുന്നവർ കരമടിച്ച് വായി തുറന്ന് ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. തോൽവിയുടെ റിപ്പോർട്ടുകൾ തിരുത്തപ്പെടട്ടെ, നിസിയുടെ കൊടികൾ ഉയർത്തപ്പെടട്ടെ. തോൽവിയുടെ റിപ്പോർട്ടുകൾ തിരുത്തപ്പെടട്ടെ, നിസിയുടെ ജയക്കൊടികൾ ഇന്ന് പകൽ ഇതിനകത്ത് ഉയർത്തപ്പെടട്ടെ. നിന്നെ കുറിച്ച് ആരൊക്കെ എന്നെയൊക്കെ മുൻവിധി ഇട്ടാലും കർത്താവ് അത് പൊട്ടിക്കും. പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ മുൻവിധി ഇട്ടാലും കർത്താവ് അത് പൊളിക്കും. കരമുയരത്തെ സ്വതന്ത്രം പറഞ്ഞേ. മുൻവിധികളെ പൊളിക്കുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോവാ. സ്തോത്രം. ഡോക്ടർ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഒരു പ്രാർത്ഥന, അതും ഇതുപോലൊരു ഫെർവന്റ് പ്രയറാ. എന്താ പറയുന്നത്? ദൈവഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഗത്സമന തോട്ടത്തിനകത്ത് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഒന്നെടുത്തേ, 22-ന്റെ 42, 43, 44 വാക്യങ്ങൾ. കണ്ടോ? ദൈവഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന കണ്ടോ? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും കർത്താവിന് ആ പൂർണ്ണ നിശ്ചയമുണ്ട്. ദൈവഹിതത്തിനകത്ത് പൂർണ്ണ നിശ്ചയം യേശുവിനുണ്ട്. അതുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് താട്ട് വായിച്ചോ. ആ ആ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ, വിയർപ്പ് ചോരത്തുള്ളിയാകുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കകത്ത് 3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്ന്, ഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനുവേണ്ടി അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, മറ്റൊന്നിലും ഫോക്കസ്ഡ് ആകാതെ അതിൽ മാത്രം ഫോക്കസ്ഡായി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പറയത്തില്ലേ, ദൈവത്തിൻ്റെ ഹിതം തന്നിൽ നിറവേറാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം യേശു മുറിവേൽക്കപ്പെടണമെന്നാ അല്ലേ? ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ രക്തം വിയർപ്പ് തുള്ളിയായില്ലേ? ബയോളജിക്കലി ഒരു മനുഷ്യൻ്റെ വിയർപ്പിന് അത് ബ്ലഡ് ആകണമെങ്കിൽ അകത്ത് അതുപോലെ എന്താ പറയുക, ബ്ലഡ് വെസൽസ് പൊട്ടണം. സിവിയർ ആയിട്ടുള്ള കാർഡിയാക് പ്രോബ്ലം ഉണ്ടായാലേ ഇതിങ്ങനെ സംഭവിക്കത്തുള്ളൂ. 33.5 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ, ദൈവപുത്രൻ്റെ ഹൃദയം പൊട്ടിയില്ലേ? അവിടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം മുഴുവൻ തകരാറിലായില്ലേ? ആർക്കു വേണ്ടിയാ? മാനവകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി. രക്തം വിയർപ്പായി തീരുന്ന പ്രാർത്ഥന, ഹിതത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. അപ്പൻ്റെ ഹിതം, പുത്രൻ അറസ്റ്റ് ചെയ്യപ്പെടും, പുത്രൻ മുറിവേൽക്കപ്പെടും, പുത്രൻ തകർക്കപ്പെടും. പക്ഷെ ഒന്നുറപ്പാ, അപ്പൻ്റെ ഹിതം ഇതിനകത്തുണ്ടെങ്കിൽ സൊല്യൂഷനും കൽപ്പിച്ചാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 3 പ്ലേസ്, 1 ഗത്സമന, 2 ഗബഥ, 3 ഗോൽഗോഥ. ഗത്സമന എന്താ? 3.5 കൊല്ലം കൂടെ നടന്ന യൂദാസ് വെറും 30 വെള്ളിക്കാശിന് ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത സ്ഥലം, പ്ലേസ് ഓഫ് റിജക്ഷൻ, തള്ളപ്പെട്ട സ്ഥലം. ഗബഥ എന്താ? 1 കുറെ 40 അടികൾ അഥവാ 39 അടികൾ ചാട്ടവാറുകൾ കൊണ്ട് ഏറ്റ് മുറിവേറ്റ സ്ഥലം. ഗോൽഗോഥ, നിങ്ങൾ ആ ദൃശ്യം ഒന്ന് നോക്കിക്കേ. 2 കള്ളന്മാരുടെ നടുവിൽ ഇരുകരവും വിരിച്ച്, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ പുത്രൻ തകർക്കപ്പെട്ട സ്ഥലം. ഗത്സമന തള്ളപ്പെടൽ, ഗബഥ മുറിവേൽക്കപ്പെടൽ, ഗോൽഗോഥ തകർക്കപ്പെടൽ. യേശുവിന് ഇത് 3 പ്ലേസാ, പക്ഷെ പലർക്കും ഇത് 3 അനുഭവമാണ്. യേശുവിന് ഇത് 3 പ്ലേസാ, 3 സ്ഥലമാ. പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവേദിലെ നിന്റെ ജീവിതത്തിനകത്ത് ഇത് 3 അനുഭവമാ. ഞാൻ ആത്മാവിൽ കൈമാറുകയാ. സ്തോത്രം. തള്ളപ്പെടലും മുറിവും തകർച്ചയൊക്കെ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇതിനപ്പുറം ഒരു ഉയർപ്പിനെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്.
അപ്പന്റെ ഹിതത്തിനകത്താണ് നീ തള്ളപ്പെടുന്നതെങ്കിൽ, അപ്പന്റെ ഹിതത്തിനകത്താണ് നീ ഗബഥയിൽ മുറിവേൽക്കുന്നതെങ്കിൽ, അപ്പന്റെ ഹിതത്തിനകത്താണ് നീ ഗോൽഗോഥയിൽ തകർക്കപ്പെടുന്നതെങ്കിൽ, അപ്പന്റെ ഹിതത്തോട് തന്നെ നിന്നെ ഉയർപ്പിക്കാൻ പോകയാ. ഈ ദൂതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് കൈമാറുകയാ. 2024 11 മാസവും കഴിഞ്ഞ 22 ദിവസവും പിതാവിന്റെ ഹിതത്തോടെ നീ തള്ളപ്പെട്ടെങ്കിൽ, പിതാവിന്റെ ഹിതത്തോടെ വാക്കുകൾ കൊണ്ട് നീ മുറിവേൽക്കപ്പെട്ടെങ്കിൽ, പിതാവിന്റെ ഹിതത്തോടെ നീ തകർക്കപ്പെട്ടെങ്കിൽ, ഈ 23ാമത്തെ പകലിലിതാ പിതാവിന്റെ ഹിതത്തോടെ അവൻ നിന്നെ ഉയർപ്പിക്കാൻ പോകയാ. തള്ളിക്കളഞ്ഞവരും മുറിവേൽപ്പിച്ചവരും തകർത്തവരും കാണെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാൾ യേശുവിനെ ഉയർപ്പിച്ച ദൈവശക്തി ഇന്ന് ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാറിയ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച്. കുമ്പടയിൽ നീ തകർക്കപ്പെട്ടെങ്കിൽ, പത്തനംതിട്ട ടൗണിനകത്ത് നീ തകർക്കപ്പെട്ടെങ്കിൽ, ഏതെങ്കിലും ഓഫീസിനകത്ത്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത്, വീടിനകത്ത് നീ തകർന്നെങ്കിൽ, അതേ പ്രതലത്തിനകത്ത് നിന്നെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. Let be open in Jesus' mighty name. ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനകത്ത് തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹിതത്തിന് നമ്മൾ അവൈലബിൾ ആയാൽ തകർച്ചയ്ക്കകത്തും സൊല്യൂഷൻ കണ്ടെത്തും. തകർച്ചയ്ക്കകത്തും സൊല്യൂഷൻ കണ്ടെത്തും. പീലാത്തോസിന്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നില്ല. പക്ഷെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും അനുവാദം കിട്ടിയത് കൊണ്ടാണ് നീ എന്നെ തൊടുന്നതെന്ന്. ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോഴും പീലാത്തോസെ, ഉയരത്തിൽ നിനക്ക് അനുവാദം കിട്ടിയത് കൊണ്ടാണ് നിനക്ക് എന്നെ ഉപദ്രവിക്കാൻ പറ്റിയേ. യേശു ഒരിക്കൽ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാനിതിനെ എഴുതി വെച്ചത് അങ്ങനെയാ. പക്ഷേ അതൊരു വെല്ലുവിളിയാ. സാത്താന്യ സാമ്രാജ്യത്തെ നോക്കി വെല്ലുവിളിക്കുകയാ. സാത്താനെ പൊളിക്കാൻ പറ്റുമെങ്കിൽ പൊളിച്ചോടാ. ഇതിനെ പണിയുന്നൊരു പിതാവ് ഉയരത്തിലുണ്ട്. നിന്റെ കുടുംബത്തെയും തലമുറയെയും ഭൗതിക വിഷയത്തെയൊക്കെ നോക്കി വെല്ലുവിളിക്കുന്ന അപവാദികളെ, പൈശാചിക മണ്ഡലങ്ങളെ നോക്കി പറ, സാത്താനെ നീ തകർക്കുമെങ്കിൽ തകർത്തു. നീ എത്ര തകർത്തെന്ന് പറഞ്ഞാലും ഇത് അടുക്കിക്കൂട്ടുന്നൊരു പിതാവ് എനിക്ക് ഉയരത്തിലുണ്ട്. നീ എത്ര തകർത്തെന്ന് പറഞ്ഞാലും ഞാൻ അവന്റെ ഹിതത്തിനകത്താ നിൽക്കുന്നേ. എന്നെ പണിയുന്നൊരു ദൈവം. ഒരിക്കലും ഒരു സാധ്യതയുമില്ലാത്ത പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് നിന്നെ റെസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സർവശക്തന്റെ മഹത്വം ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഗത്സമനയിൽ ഒറ്റിക്കൊടുക്കുന്നത് ഹിതത്തിനകത്താണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ കർത്താവ് സിസ്റ്റം തിരിക്കും. നിങ്ങൾ വിശ്വസിക്കും, മണിക്കൂറിനുള്ളിൽ തിരിക്കും. ഒരു ചുംബനം കൊണ്ട് പ്രാണനാഥനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശുമായിട്ട് ഈ യൂദാസ് പോകുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്തൊരു അഹങ്കാരമുണ്ട്, അഹംഭാവമുണ്ട്. ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. പക്ഷെ യൂദാസ് ഇതുകൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. ഇവൻ അവസാനം ഈ പണക്കിഴിയായിട്ട് ആലയത്തിൽ ചെന്നു. ഹന്നാവും കയ്യഫാവും പറഞ്ഞു, ഞങ്ങളിത് വാങ്ങിക്കത്തില്ല. ഇവൻ എന്നാ ചെയ്യുന്നറിയാമോ? പോയ വഴി ആ പണക്കിഴി ആലയത്തിന്റെ ഭണ്ഡാരത്തിനകത്തേക്ക് എറിഞ്ഞു. എന്നിട്ടൊരു മരത്തിൽ അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു. ഈ യൂദാസിനോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. അത് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുക, യൂദാസേ, നിനക്കൊണ്ടായ അനുതാപം കൃത്യമാണെങ്കിൽ നീ ആ മരത്തെ തൂങ്ങണ്ടടാ. നീ ചുംബിച്ച നിമിത്തം നിന്റെ പ്രാണനാഥനൊരു മരക്കുരിശും ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ചുവട്ടിൽ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ നിന്റെ മരണം വഴിമാറാൻ പോകയാ. ദൂതിത നിയോഗത്തിനകത്ത് നീ നിന്നാൽ നിന്നെ ചതിച്ചവർ, നിന്നെ പറ്റിച്ചവർ, നിന്നെ വഞ്ചിച്ചതിനെ പരസ്യമായിട്ട് തൂക്കുന്ന ദൈവപ്രവൃത്തിയെ കർത്താവ് കൽപ്പിച്ചാക്കാൻ പോകയാ. വിശ്വസിക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ കരം തട്ടി. കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ട് സംസാരിക്കുന്നു. യൂദാസ് ഈ 30 വെള്ളിക്കാശുമായിട്ട് പോകുമ്പോൾ റോമൻ സാമ്രാജ്യവും യഹൂദ മതാനുസാരികളും ഇവരെ സപ്പോർട്ട് ചെയ്ത യൂദാസും ഈ ഫുൾ ടീം കരുതിയത് ദൈവപുത്രൻ ക്രൂശിൽ പരസ്യകോലമാവും. പരസ്യകോലമാക്കി. പക്ഷേ ആ പരസ്യകോലമായി കിടന്ന ദൈവപുത്രനെ താഴെ ഇറക്കാൻ അരിമത്തി എന്നൊരു യോസഫിനെ കൊണ്ടുവന്നു. സ്തോത്രം. അരിമത്തിയിലെ യോസഫിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അരിമത്തിയിലെ ധനികനായൊരു മന്ത്രി, അരിമത്തിയിലെ ധനികനായൊരു മന്ത്രി, ദ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് അരിമത്തിയ കൂടെ നിന്ന മുക്കുവന്മാർ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞ് മാറിയപ്പോൾ മന്ത്രിമാരെ രംഗത്ത് കൊണ്ടുവന്ന്, നിന്റെ കൂടെ നിന്നവർ വഴിമാറിപ്പോയാൽ, കൂടെ ചേർന്ന് നിന്നവർ തള്ളിക്കളഞ്ഞാൽ, ഇതുവരെ
പിക്ചറിൽ ഇല്ലാത്ത ആളുകളെ നിന്റെ അരികിൽ കൊണ്ടുവന്ന് നിന്റെ വിഷയത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമഹത്വം, ദൈവഹിതത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് പ്രശ്നം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് ശക്തിയോടെ കൈമാറുകയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആത്മമണ്ഡലത്തിൽ അത് തുറക്കുകയാ. ഈ ദൂത് പ്രസംഗിക്കപ്പെട്ട് കഴിഞ്ഞതാ എങ്കിലും ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പദം ആവർത്തിക്കുകയാ. നിന്നെ ഒറ്റിക്കൊടുത്തവനെ പരസ്യമായിട്ട് തൂക്കിയിട്ട് നിന്നെ തൂക്കിയ മരത്തെ നിറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വിധി. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് ഇത് ആവർത്തന വിരസത ഉണ്ടായേക്കാം. 2-3 മാസങ്ങൾക്ക് മുമ്പ് പവർ വിഷൻ ചാനലിൽ ഞാൻ ഈ വാചകം പ്രസംഗിച്ചതാ. പക്ഷെ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഒരു പ്രവചന ദൂത് പോലെ കൈമാറുകയാ. നിന്നെ ഒറ്റിക്കൊടുത്തവനെ തൂക്കിയിട്ട് മരത്തെ തൂങ്ങിക്കിടക്കുന്ന നിന്നെ താഴെ ഇറക്കാൻ മന്ത്രിമാരെ രംഗത്ത് കൊണ്ടുവന്ന് നീ പ്രതീക്ഷിക്കാത്ത ആള് ലൈനപ്പായി അരിമത്തിയിലെ യോസഫും നിക്കോദീമോസും വന്ന് പീലാത്തോസിന്റെ അരമനക്കകത്ത് കയറി എനിക്ക് അവന്റെ ശരീരം വേണമെന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു പിടിക്കാൻ ആളെ കർത്താവ് രംഗത്ത് കൊണ്ടുവന്നതുപോലെ പ്രതീക്ഷിക്കാത്ത ആളുകൾ നിനക്ക് വേണ്ടി രംഗത്ത് വരാൻ പോകുകയാ. ബോധ്യമാകുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഈ ദൂതനെ ഏറ്റെടുത്തു. യൂദാസ് മാറിയ സ്ഥാനത്ത് മുക്കുവനായ പത്രോസ് വഴിമാറിപ്പോയ സാഹചര്യത്തിനകത്ത് അടുത്ത ആളെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം. അപ്പൊ പാനപാത്രം നീങ്ങാനുള്ള പ്രാർത്ഥനയല്ല, ഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പാനപാത്രം വലിച്ചു കുടിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിനകത്താണെങ്കിൽ അതോടുകൂടി സൊല്യൂഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപവാദികൾ, അപകീർത്തിപ്പെടുത്തുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ പടപൊരുതുമ്പോ അത് മാറാൻ പ്രാർത്ഥിക്കേണ്ട. അപ്പൊ ഹിതമാണെങ്കിൽ അത് വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കുക. മെലീത്ത ദ്വീപിനകത്ത് അസാധാരണ ദയ കാണിച്ച ബർബരന്മാർ തന്നെ പൗലോസിനെ നോക്കി പറഞ്ഞു, നീ ഒരു കുലപാതകനാ. കണ്ടോ, തീക്കകത്ത് നിന്ന് ചൂട് നിമിത്തം ഒരു അണലി പുറത്ത് വന്ന് കൈ കയറി ചുറ്റിയപ്പോ കൂടെ നിന്ന ആളുകൾ പറഞ്ഞു നീ ഒരു കുലപാതകനാ. പക്ഷെ കൈ ചുറ്റിയതിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളയാൻ ഒരു അഭിഷക്തൻ തന്റെ ഇടം കാണിച്ചപ്പോ അതേ നാവ് കൊണ്ട് അവർ തിരുത്തി പറഞ്ഞു, നീ ഒരു ദേവനാ, നീ ഒരു ദേവനാ. ആത്മാവ് ദൂത് കൈമാറുകയാ. നിന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളെ തിരുത്തി പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിനകത്ത് വ്യാപരിക്കുകയാ. ആത്മാവിനത് പിടിക്കാൻ പറ്റുന്നവർ കള്ളനെന്ന് മുദ്ര കുത്തിയവരെ കൊണ്ട് തന്നെ ഇവൻ ദാവീദ് പുത്രനായി, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറയിപ്പിച്ച പ്രശ്നം മാറാനുള്ള പ്രാർത്ഥനയല്ല, ഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. സത്യത്തിൽ എപ്പഫ്രാസിന്റെ പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥനയാണ്. ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹിതത്തിന്റെ വാക്യത്തിനകത്ത് ഗത്സമന വരും, ഗബദ വരും, ഗോൽഗോഥ വരും. തള്ളപ്പെടും, മുറിയപ്പെടും, തകർക്കപ്പെടും. കൂടെ നിന്നവൻ തിരിയും, കൂടെ നിന്നവൻ മൊഴി മാറ്റി പറയും. പക്ഷെ ഇതെല്ലാം കർത്താവ് തിരുത്തും, തെളിയിച്ച് കാണിക്കും. ഒറ്റ രാത്രിയിൽ 2 പിക്ചറാണ് വരുന്നത്. 1, ഒറ്റിയവൻ തൂങ്ങി. 2, അത് നിമിത്തം തകർക്കപ്പെട്ടവനെ മരത്തിൽ നിന്ന് വലിച്ചിറക്കി. സ്തോത്രം. എനിക്കിത് വർണ്ണിക്കാനും വിശദീകരിക്കാനും ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിന്നെ പരസ്യമായി ഒറ്റിയവരെ ദൈവം പരസ്യമായിട്ട് തൂക്കാൻ പോവാ. കൂടെ നിന്നിട്ട് വാക്കുമാറി പറഞ്ഞതിനെ, കൂടെ നിന്ന് തീരുമാനമെടുത്തിട്ട് മൊഴി മാറി പറഞ്ഞതിനെ കർത്താവ് പരസ്യമായിട്ട് രംഗത്ത് കൊണ്ടുവരാൻ പോവാ. പ്രവചനാത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്നു. കൂടെ നിന്ന് തീരുമാനമെടുത്തിട്ട് മൊഴി മാറ്റി പറഞ്ഞതിനെ പരസ്യമായി രംഗത്ത് കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ദൈവഹിതത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു. ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ചതിയനെയും വഞ്ചിക്കാൻ നിൽക്കുന്നവനെയും പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ദൈവപ്രവർത്തി മറഞ്ഞു കിടപ്പുണ്ട്. നീ എന്നും ഒരു തകർച്ചയാകത്തില്ല. ദൈവം നിന്നെ മാനിക്കാൻ പോവാ. ഉണ്ടോ? ദൈവപുത്രനെ മരക്കുരിശെന്ന് വലിച്ച് താഴെ ഇറക്കാൻ അരിമത്തി എന്ന മന്ത്രിയെ കൊണ്ടുവന്നു. അവൻ രഹസ്യ ശിഷ്യനാണെന്നാ മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത്. 1 അരിമത്തിയിലെ ശ്രേഷ്ഠ മന്ത്രി, മറ്റൊരർത്ഥത്തിൽ രഹസ്യ ശിഷ്യൻ. എന്തിനാ രഹസ്യത്തിൽ കീപ്പ് ചെയ്ത? പരസ്യത്തിലുള്ളവന്മാർ മാറുന്നൊരു ടൈമുണ്ട്. പരസ്യത്തിലുള്ള ഒരു വേദി പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്.
നല്ല ഫെയിം പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്, അവസരം പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന പുള്ളികൾ മാറി നിൽക്കുമ്പോൾ രഹസ്യത്തിലുള്ളതിനെ ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവരൂ. ഇതുവരെ നീ രഹസ്യത്തിൽ മറയപ്പെട്ടതാണോ? ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ അഭിഷക്തനാകുന്ന ഞാൻ ഈ വചനം നിമിത്തം നിങ്ങളെ നോക്കി പ്രവചിച്ച് കൈമാറുകയാ. ഭാരത സഭയുടെ മീതെ അടുത്തൊരു ഉണർവിന്റെ കാറ്റ് വീശുമ്പോൾ, പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് അടുത്തൊരു ദൈവിക സന്ദർശനം നടക്കുമ്പോൾ, ഇതുവരെ രഹസ്യത്തിൽ മറയപ്പെട്ട മാതാവേ അങ്ങയെ, പിതാവേ അങ്ങയെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടുവന്ന് പരസ്യമായി മാനിക്കുന്ന ദൈവപ്രവൃത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനകത്ത് കൽപ്പിച്ചാക്കുക. ഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയത്തോടെയുള്ള പ്രാർത്ഥന. ഒറ്റ വാചകോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ചരിത്രം തുടങ്ങിയത് ഇതുപോലെ ഒരു യോസഫിൻ്റെ കയ്യിലാണ്. ദാവീദ് ഗ്രഹത്തിലൊരു യോസഫ് വേണ്ടേ, അതൊരു കാർപ്പൻറ്ററാ, തച്ചനാ. ഈ കുഞ്ഞിനെ അമ്മ ഉദരത്തിൽ കൺസീവ് ആയപ്പോൾ നിലനിൽപ്പില്ലാതെ ഓടി നടക്കേണ്ട വന്ന ഒരു മാതാപിതാക്കൾ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കാലിത്തൊഴുത്തിനകത്ത് കൊണ്ട് കിടത്തി. കണ്ടോ, നല്ലൊരു തുണി ഇതിനെ കവർ ചെയ്യാനില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നും പറഞ്ഞ് കിഴക്കിന്ന് വിദ്വാൻമാർ വരുമ്പോൾ രാജാവാ പിറന്നത്, പക്ഷേ രാജാവിനെ കിടത്താൻ പട്ടുമെത്തയില്ല. രാജാവ് പുൽക്കൂടിനകത്ത് കിടക്കുക. അതിനെ റിസീവ് ചെയ്തത് ദരിദ്രനായൊരു യോസഫാ. പക്ഷെ ഒടുക്കം നോക്കിക്കേ, ഇതാ സകലതും നിവർത്തിയായെന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തെ നിവർത്തീകരിച്ച് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ മിഷൻ കംപ്ലീറ്റ് ആയ ദൈവപുത്രനെ സ്വീകരിപ്പാൻ ഇതാ അരിമത്തി എന്ന ധനികനായൊരു യോസഫ്. തുടക്കം ഒരു യോസഫിന്റെ കയ്യിൽ, ഒടുക്കം ഒരു യോസഫിന്റെ കയ്യിൽ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നീ ജനിച്ചതും വളർത്തപ്പെട്ടതും ദരിദ്രനായ ഒരു പിതാവിന്റെ വീട്ടിലായിരിക്കും. നിന്റെ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് ദാരിദ്ര്യത്തിനകത്താണെങ്കിൽ നിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് സമ്പന്നന്മാരോടുകൂടെയാ. എളിയവരെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ കർത്താവ് തമ്പുരാൻ ഇതിനകത്ത് ചിലർക്ക് വേണ്ടി കൈമാറുകയാ. ബോധ്യമാകുന്നവർ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ദൂതിനെ സ്വീകരിച്ചോ. യോസഫിന്റെ കയ്യിൽ തുടങ്ങിയതിനെ യോസഫിന്റെ കയ്യിൽ അവസാനിപ്പിച്ച്, ദരിദ്രനായ യോസഫിൽ നിന്നും ആരംഭിച്ച് ധനികനാകുന്ന യോസഫിന്റെ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത് മൂന്നാം നാൾ ഉയർപ്പിച്ച മഹത്വമാ സുവിശേഷത്തിനകത്ത് മറഞ്ഞു കിടക്കുന്നതെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് അത് ശക്തിയോടെ തുറക്കാൻ പോകുകയാ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചേ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം അനുവദിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥാനത്ത് ചാടി എഴുന്നേക്ക്. കണ്ണുകൾ അടയട്ടെ. പിതാവേ, പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കാലുകൾക്ക് ഇനിയും അടുത്ത പതിറ്റാണ്ടുകൾ ഇങ്ങനെ നിൽക്കാനുള്ള എനർജി ദൈവം പകർന്നതിന് സ്തോത്രം, 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 സ്തോത്രം. മടിയില്ലാതെ ഇവരിതിനകത്ത് ഇങ്ങനെ നിവർന്നു നിൽക്കാൻ അഭിഷക്തന്റെ വാക്കിന്റെ മുമ്പിൽ മനസ്സ് കാണിച്ചപ്പോൾ അവിടുത്തെ പുത്രനും പകരക്കാരനും അഭിഷക്തനുമായി നിന്ന് ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ദൈവഹിതത്തിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കട്ടെ. ഇവരുടെ പ്രയർ സബ്ജക്റ്റുകൾ ചേഞ്ച് ആകട്ടെ. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മാറട്ടെ. കണ്ണടച്ചേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കേണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ. ചേർന്ന വിശ്വാസത്തോടെ നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. നിൻഹിതം ചെയ്തോ നാം ഇന്നു ഞാൻ വരുന്നു നിൻഹിതം ചെയ്യുവാൻ. നിൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ. എൻ്റെ ഇഷ്ടം
വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണ്ടേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണ്ടേ യേശു ക്രിസ്തുവേ ശരീരയാഗത്താ ശുദ്ധനായി തീർന്നു യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണ്ടേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണ്ടേ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കേണ്ടേ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കേണ്ടേ നം ചെയ്തോ നാം നിൻ സോദരനെ പോലെ നിൻ ഹിതം ചെയ്തോ ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ ബൈബിളിലെ ചില ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹോളി ലാൻഡ് ഉണർന്നു എന്ന സ്ഥലം ബൈ ബിബ്ലിക്കൽ പ്ലേസുകൾ ദൈവത്താലുള്ള യാത്രകൾ Sata Bahashi. Thank you, Jesus. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോമൻ കാരാഗ്രഹത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പൗലോസിൻ്റെ സഹ തടവുകാരൻ, പൗലോസിൻ്റെ ദാസൻ, പൗലോസിൻ്റെ സഹഭൃത്യൻ എപ്പഫ്രാസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന
കൊലോസ്യരെ, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവും ഉള്ളവരായി തീരേണ്ടതിന് പോരാടി പ്രാർത്ഥിച്ച പോരാട്ടത്തിൻ്റെ പ്രാർത്ഥന. അത് പട്ടണത്തെ ഇളക്കിയല്ലോ. ഇന്ന് ഈ തലമുറയുടെ മീതെ ആ പ്രയർ അനോയിൻറ്റിങ്, കർത്താവിൻ്റെ പകരക്കാരനായി പ്രാർത്ഥിച്ച് ഞങ്ങളത് തുറക്കുക. സോന മാൻറ്റോഫി മസിയ അൽ അൻഹത്തിമിയ റൊസേ മെഹാൻറ്റോഫ് മൊസിയ. കർത്താവ് ഗത്സമനയിൽ കിദ്രോന്തോട്ടിനക്കരെ ഒലിവുമലയുടെ ആ ഒരു പ്രത്യേക ഭാഗത്ത് ഗത്സമനയിൽ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ ഹിതത്തിനു വേണ്ടി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നം മാറുവല്ലോ ചെയ്തത്, പ്രശ്നത്തോടു കൂടി ആ നുഖത്തെ ഒടിച്ചു കളയുവാണല്ലോ ചെയ്തത്. ഇന്നിതിനകത്ത് കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ, ഹാർട്ട് സംബന്ധമാകുന്ന ഡിസീസുകൾ സൗഖ്യമാകട്ടെ, ന്യൂറോ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുമ്പോൾ എക്സാമുകളുടെ അകത്ത് പ്രത്യേക ഫേവറുകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ലോർഡ്, അങ്ങ് എനിക്ക് അനുവദിച്ച അധികാരത്തിലും അഭിഷേകത്തിലും പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ ത്രിയേക ദൈവനാമത്തിൽ ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആരോഗ്യം നോക്കാതെ, ക്ഷീണം നോക്കാതെ, ഇത്രയും വൈകിയ സമയത്തും ഈ ഹോളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കാണിച്ച ഈ മനസ്സിനെ, ഈ മാതാപിതാക്കളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരൊരു ഹോസ്പിറ്റൽ വരാന്തയിലും ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കാൻ അങ്ങ് അനുവദിക്കില്ലല്ലോ. ഇവനൊരു ബാങ്കിൻ്റെ മുമ്പിൽ ലോണിന് വേണ്ടി ക്യൂ നിൽക്കാൻ ദൈവം അനുവദിക്കില്ലല്ലോ. കർത്താവ്, ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇവരിങ്ങനെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവൻ സാന്നിധ്യത്തിൻ്റെ പുറത്ത് എപ്പോഴും ഇരിക്കുമല്ലോ. ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവെ കാലൂന്ന് നിൽക്കുന്നവൻ പിശാചിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ലല്ലോ. ഞാൻ മനസ്സ് തുറന്നവരെ ബ്ലെസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ വിശ്വസിക്കുന്നവർ ആ കരം ചേർത്തടിച്ച് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താൽ